കൈകൾ തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം. ഓം 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 ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ഓം ശണ്ഡാകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകോട്ടിട്ട, തല കുമ്പിട്ട് ഗുരുപ്രണാമം. ഓം കർപ്പണ്യദോഷോ ഭഗവത് സ്വഭാവക വൃക്ഷാമിത്തം ധർമ്മസമ്മൂഢചേത ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഗുരുപ്രണാമം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും കൂട്ടി തിരുമ്മുക. ആ കൈയിൻ്റെ ചൂട് 3 പ്രാവശ്യം തിരുമ്മി ചൂടാക്കുക. കൈ ഓരോ പ്രാവശ്യം മുഖത്ത് കമിഴ്ത്തി വയ്ക്കുക. 3ാമത്തെ പ്രാവശ്യം ശിരസ്സും ശരീരവും തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. ഈ ധ്യാനം നിങ്ങൾക്കിപ്പോൾ പഠിഞ്ഞിട്ടുണ്ടാവാം. ഇനി ദിവസവും നിങ്ങൾ അത് സ്ഥിരമായിട്ട് രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പും സ്ഥിരമായിട്ട് നിത്യ കർമ്മത്തിൽ അത് ഉൾപ്പെടുത്തുക. വൈകുന്നേരവും രാവിലെ ആണെങ്കിലും അത് ഒരു 5 മിനിറ്റെങ്കിലും മിനിമം എടുക്കണം. ഇതിപ്പോൾ അത്രയും സമയമൊന്നും എടുത്തിട്ടില്ല. അത് യോഗയും പ്രാണായാമമൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പും ആ യോഗ പ്രാണായാമമൊക്കെ ചെയ്യുന്നതിന് അവസാനവും അതൊക്കെയാണ് അതിൻ്റെ ചിട്ട. ജപിക്കുമ്പോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ യോഗയും പ്രാണായാമമൊന്നും ശീലിക്കാത്തവർ ഈ ജപോ പാരായണമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ചെയ്യുക, അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക. അതാണ് രീതി. ഇപ്പോൾ ദിവസവും ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്യിക്കണമെന്നില്ലല്ലോ. സാധാരണ തുടങ്ങുന്ന പോലെ തുടങ്ങാം. അപ്പം ഇന്ന് നമുക്ക് 4ാമത്തെ അധ്യായം 10 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ആ 10 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അഥ ചതുർത്ഥോധ്യായ ജ്ഞാനകർമ്മ സന്യാസ യോഗ. ശ്രീ ഭഗവാനുവാച ഇമം വ്യവസ്ഥിതേ യോഗം പ്രോക്തവാനഘമവ്യയം വിവസാൻ മനവേ പ്രാഘ മനുരക്ഷാകവേ അബ്രവീത്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജക്ഷയോ വിധും സാ കാലേനേഘമകഥാ യോഗോ നഷ്ടപരന്തപ. സ ഏവായം മയാത്യേത്യ യോഗപ്രോക്ത പുരാതന ഭക്തോ അസി മേം സഖാ ചേതി രഹസ്യം ഹേതുതുത്തമം. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വ്യവസ്ഥിത കഥമേതദ്വിചാനീയാം തോമാതോ പ്രോക്തവാനിതി. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഘം വേദ സർവാണി നത്വം വേത്ത പരന്തപ. അജോ അപി സന്യവയാത്മാ ഭൂതാനാമീശ്വരോ അപിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ജന്മകർമ്മജ മേ ദിവ്യം
ഏവം യോ വേത്തി തത്വതാ തിക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുനാം വീതരാഗഭയക്രോധ മന്മയാ മാമുപാസൃത ബഹവോ ജ്ഞാനതപസ്സ ഭൂതാമൽഭാവമാഗതാം. ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം ഇവിടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഈ 10 ശ്ലോകങ്ങൾ പറയുന്നത്. വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാസൃത ബഹവോ ജ്ഞാന തപസ്സ ഭൂതാമദ്ഭാവമാഗത. അതായത് ഭഗവാന്റെ ജന്മവും കർമ്മവും മനസ്സിലാക്കിക്കൊണ്ട്, താത്വികമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള മഹാത്മാക്കള് ഈ ഭാരതവർഷത്തിലുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. അവരെങ്ങനെയാ നേടിയെന്നും പറഞ്ഞു. രാഗം, ഭയം, ക്രോധം എന്നിവ ഇല്ലാത്തവരായിട്ട് ഭഗവാനിൽ മാത്രം ലീനമായ ചിത്തത്തോടുകൂടി എന്നെ ആശ്രയിച്ച് അനേകം പേര് ജ്ഞാന തപസ്സിനാൽ ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചിട്ടുണ്ട്. ഭാരതവർഷത്തിൽ അതിനൊന്നും ഒരു കുറവില്ല. എല്ലാ കാലത്തും ഏത് യുഗത്തിലും ഇത്തരത്തിൽ ആത്മസാക്ഷാത്കാരം നേടിയവരുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അങ്ങനെയുള്ള മഹാത്മാക്കൾ അതൊക്കെ ഭാരതവർഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏ യഥാമാം പ്രപദ്യന്തേ ത്വാം തഥൈവ ഭജാമ്യഹം മമ വർത്താനുമർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശക. ഏ യഥാമാം പ്രപദ്യന്തേ, ഏവർ ഇപ്രകാരം എന്നെ പ്രാപിക്കുന്നുവോ അഥവാ ഭജിക്കുന്നുവോ, താൻ തഥാ ഏവ അഹം ഭജാമി, അവരെ അപ്രകാരം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഏത് പ്രകാരം, ഏത് ഭാവനയിൽ നമ്മൾ ഭജിക്കുന്നുവോ, ഏത് ഭാവത്തിൽ ഭജിക്കുന്നുവോ അതേ ഭാവത്തിൽ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഹേ പാർത്ഥ, അല്ലയോ അർജുന, മനുഷ്യ സർവശക, മനുഷ്യർ എല്ലാ വിധത്തിലും, മമ വത്മ, എൻ്റെ മാർഗത്തെ തന്നെ അനുവർത്തന്തേ, അനുസരിക്കുന്നു. ഏവർ എപ്രകാരം എന്നെ ഭജിക്കുന്നുവോ അവരെ അപ്രകാരം തന്നെ, അതിന് അനുസരണമായി തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. അല്ലയോ അർജുന, മനുഷ്യർ എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെ അനുസരിക്കുന്നു. എൻ്റെ ഇച്ഛയ്ക്ക് അനുരൂപമായ കർമ്മത്തിനനുസരിച്ച് ഫലം എന്ന നിയത മാർഗത്തെ തന്നെയാണ് അനുസരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ഏതേത് ഭാവത്തിലാണോ ഭഗവാനെ ഭജിക്കുന്നത് അതാത് ഭാവത്തിൽ അനുഗ്രഹിക്കും. സദാ തദ്ഭാവ ഭാവിത എന്ന് 8-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നത്, ഏതേത് ഭാവത്തിൽ നിങ്ങൾ ഭജിക്കുന്നോ അതാത് ഭാവത്തിൽ അനുഗ്രഹിക്കും. ഏതേത് ദേവതയെ ഭജിക്കുന്നോ അതാത് ദേവതയിലൂടെ നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യമൊക്കെ നടത്തി വരും. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണക്ക് വെച്ചിട്ടാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ ഭഗവാനും തിരിച്ചും കണക്ക് വെച്ച് അനുഗ്രഹിക്കുള്ളൂ എന്നർത്ഥം. ഭണ്ണാരത്തിലിടാൻ കാശ്, ലളിതമായി പറഞ്ഞാൽ ഭണ്ണാരത്തിലെടുക്കാൻ ചില്ലറ എടുത്താലും പൈസ എടുത്താലും നിങ്ങൾ എണ്ണിയിട്ടാണ് ഇടുന്നതെങ്കിൽ എണ്ണിക്കൊണ്ട് തന്നെ തിരിച്ചു തരും. അതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന സംഗതി. അപ്പൊ നിങ്ങൾ ഏത് ഭാവത്തിലാണോ ഭജിക്കുന്നത് അതേ ഭാവത്തിൽ ഉരുളക്കുപ്പേരി പോലെ ആണ് ഭഗവാൻ അനുഗ്രഹിക്കുക എന്നർത്ഥം. നിങ്ങൾ സജ്ജനാകണമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ സജ്ജനാക്കും, ദുർജനാകണമെന്ന് വിചാരിച്ചാൽ ദുർജനാകും. പോലീസാകണമെന്ന് വിചാരിച്ചാൽ പോലീസാക്കും, കള്ളനാകണമെന്ന് വെച്ചാൽ കള്ളനാക്കും. അതാണ് ഭഗവാന്റെ നിയതം, അതാണ് നിയതമായ മാർഗം എന്ന് പറയും. അപ്പം മനുഷ്യർ എല്ലാ തരത്തിലും, ഏത് നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും ഭക്തിവാദിയായാലും മനുഷ്യജന്മം കിട്ടിയവർക്ക് എല്ലാവർക്കും ഈ നിയമം ബാധകമാണെന്നാണ് പറഞ്ഞു. അപ്പോൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എല്ലാവരും സഹയജ്ഞ ഭാവനാസഹിതമായിക്കൊണ്ടാണ് ജന്മം കിട്ടിയിരിക്കുന്നതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മനഃപൂർവ്വമാണെങ്കിലും അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും ഈ ഈശ്വരൻ്റെ മാർഗത്തിൽ നിന്ന് ആർക്കും ഒരു നിരീശ്വരവാദിക്ക് പോലും വ്യതിചലിക്കാൻ സാധ്യമല്ല. അതാണ് അതിൻ്റെ ശ്രേഷ്ഠത. ഞാൻ പറയുന്നത് നിരീശ്വരവാദം എന്ന് പറയുന്നത് ഈശ്വരവാദത്തിൻ്റെ ലക്ഷണമാണ്. യുക്തിവാദം എന്ന് പറയുന്നത് ഭക്തിവാദത്തിൻ്റെ ലക്ഷണമാണ്. എപ്രകാരം മരണം ജനനത്തിൻ്റെ ലക്ഷണമാണോ അതേപോലെ തന്നെയാണ് നിരീശ്വരവാദം ഈശ്വരവാദത്തിൻ്റെ ലക്ഷണമാണ്. ആദ്യമില്ല എന്ന് പറയും, അതനുസരിച്ചുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ പിന്നെ തന്നെ ഉണ്ടെന്ന് പറയിപ്പിക്കും. അതാണ് ഭഗവാൻ ഇവിടെ പറയാതെ പറഞ്ഞത്. മനുഷ്യർ എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെ അനുസരിക്കും.
ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. അപ്പൊ അതുകൊണ്ട് കാരണം ഈ സഹയജ്ഞ ഭാവനയോടെ തന്നെയാണ് എല്ലാവരെയും സൃഷ്ടിച്ചേക്കണം. അത് സഹയജ്ഞ ഭാവന സഹിതമായിക്കൊണ്ട് ഈശ്വരന്റെ 26 ഗുണങ്ങളുടെ 50% ശക്തി എല്ലാവരും ഇൻജക്റ്റ് ചെയ്ത് ധർമ്മമായിട്ടാണ് നമ്മളെ വിട്ടേക്കണേന്നർത്ഥം. അത് ഒരിക്കലും ഒരു നിരീശ്വരവാദിക്ക് പോലും അതിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യമല്ല. അതാ ഞാൻ പറഞ്ഞേ, ഒരു നിരീശ്വരവാദം ഈശ്വരവാദത്തിന്റെ ലക്ഷണമാണ്. യുക്തിവാദം ഭക്തിവാദത്തിന്റെ ലക്ഷണം മാത്രമാണ്. എപ്രകാരം മരണം ജനനത്തിന്റെ ലക്ഷണമായിട്ടിരിക്കുന്നുവോ, അതുകൊണ്ട് ഇച്ഛയ്ക്ക് അനുരൂപമായിക്കൊണ്ട് കർമ്മത്തിനനുസരിച്ചുകൊണ്ട് ഫലം നിയതമായ മാർഗത്തെ തന്നെ അനുസരിച്ചുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ ഏത് ഈശ്വരനെ ഇല്ലാന്ന് വിചാരിക്കുന്നവരെ ഇല്ലാത്ത വിധത്തിൽ അനുഗ്രഹിക്കും, ഉള്ളതെന്ന് വിചാരിക്കുന്നവരെ ഉള്ളതനുസരിച്ചു. ശരിക്കും യുക്തിവാദിയും ഞാൻ പറയാറുണ്ടല്ലോ, എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഒരു ഈശ്വരവാദിക്കും ഈശ്വരനുണ്ടെന്ന് ആർക്കും തെളിയിച്ചു കൊടുക്കാൻ സാധ്യമല്ല, അവരവർക്ക് ബോധ്യം വരുന്ന കാര്യമാണ്. ഒരു നിരീശ്വരവാദിക്കും ഈശ്വരൻ ഇല്ലാന്ന് ഇന്ന് വരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, തെളിയിക്കില്ല. ഇല്ലാന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷെ തെളിയിക്കാൻ സാധ്യമല്ല ഈശ്വരൻ ഇല്ലാന്ന്. കാരണം എന്താ? ഈ നിയതമായ മാർഗത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി തന്നെ അങ്ങനെയാണ്. സഖയജ്ഞ ഭാവന സഹിതമാണ്. നമുക്ക് ബോധമില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഈ ആകാശം അഗ്നി വായു ജലം സൃഷ്ടിച്ചിട്ട് അതിന്റെ 50% അതേപടി നിലനിർത്തി ആ 50% ബാക്കിയുള്ളത് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് സകല 84 ലക്ഷം ജീവജാലങ്ങളുടെ ശരീരം സൃഷ്ടിച്ചേക്കണം. അപ്പൊ അതിന്റെ കണ്ടൻസ് എല്ലാം ഒന്ന് തന്നെ എല്ലാവരുടെയും. ഏത് ജീവജാലമാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിലും അതെ, 24 ഘടകങ്ങളും മൂലപ്രകൃതിയും കൂടെ ചേർത്ത് ഇതിൽ മായ മിക്സ് ചെയ്തേക്കണോണ്ട് ആർക്കും ഇത് അറിയില്ല. ഒരു നിരീശ്വരവാദിക്കും അറിയില്ല, ഒരു യുക്തിവാദിക്കും അറിയില്ല, ഒരു ഭക്തിവാദിക്കും അറിയില്ല. അപ്പം ഈശ്വരനുണ്ടെന്ന് പറയുന്നവരോട് ചോദിച്ചു നോക്കൂ. എന്നോട് ചോദിച്ചാലും ഈശ്വരനുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല. അത് അവരവർക്ക് ബോധ്യം വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല, അനുഭവിച്ചറിയാനുള്ളതാണ്. നമ്മുടെയൊക്കെ പിതാവും മാതാവും ഒക്കെ ഒന്ന് തന്നെയാ. ഈ പ്രകൃതിയിൽ നടക്കുന്ന കണ്ടൻസ് ഒന്ന് തന്നെയാ. ഒറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. ഈ മായ മൂലപ്രകൃതി ചേർന്ന് കഴിയുമ്പം സത്വരജ തമോ ഗുണങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് 3 തരത്തിലുള്ള സ്വഭാവമുള്ളവരേ ഉള്ളൂ ഈ ലോകത്ത്. ഒന്നുകിൽ സാത്വികൻ, അല്ലെങ്കിൽ രാജസ സ്വഭാവം. ഏത് ഗുണമാണോ കൂടുതൽ? 3 ഗുണം ഇല്ലാതെ ആരുമില്ല. സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും പക്ഷി മൃഗാദികളും സസ്യലതാദികളും സത്വരജ തമോ ഗുണങ്ങളുടെ മിക്സ് കൊണ്ടാണ് സ്വഭാവം ക്രിയേറ്റ് ആകുന്നത്. അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത് 3ഉം ഇല്ലാതെ ആർക്കും ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല. അത് നിരീശ്വരവാദി ആയാലും വേണ്ടില്ല, യുക്തിവാദി ആയാലും വേണ്ടില്ല, ഈ കടുത്ത ഭക്തനായാലും വേണ്ടില്ല. ഈ 3 ഗുണം ഇല്ലാതെ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും പക്ഷി മൃഗാദികളും ഒക്കെ ജീവിക്കണമെങ്കിൽ ഇത് 3ഉം വേണം. ഇത് ഈശ്വരന്റെ സ്വഭാവമാണ്. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. ഇതിന്റെ കലർപ്പിനെയാണ് മായ എന്ന് പറയുന്നത്. അതില് നമുക്ക് ഓരോരുത്തർക്കും ഒരു വീട്ടിൽ തന്നെ 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേർക്കും 3 സ്വഭാവം എന്തുകൊണ്ടാണ് വരാ? കണ്ടൻസും അതിനെ കൂട്ടിയിരിക്കുന്ന ശക്തിയും ഈശ്വരീയ ശക്തിയും ദൈവീയ സമ്പത്തും ആശ്രീയ സമ്പത്തും ഒക്കെ ഒരേപോലെ മിക്സ് ചെയ്തേക്കണം. പിന്നെ എന്തിനാ സ്വഭാവം വൈരുദ്ധ്യം വരുന്നേ? അവിടെയാണ് ആർക്കാണോ 3 ഗുണം ഉണ്ടാകും അത് ഉറപ്പിച്ചോളൂ. ആർക്കാണോ സത്വഗുണം കൂടി നിൽക്കുക, മറ്റ് 2 രജോ ഗുണവും തമോ ഗുണവും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ആർക്കാണോ രജോ ഗുണം കൂടി നിൽക്കുന്നത് സത്വഗുണവും തമോ ഗുണവും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ആർക്കാണോ തമോ ഗുണം കൂടി നിൽക്കുന്നത് അവർക്ക് സത്വഗുണവും രജോ ഗുണവും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഈ 3 ഗുണങ്ങളാണ് സ്വഭാവത്തിൽ വൈരുദ്ധ്യം ഉണ്ടാക്കുന്നത്. ആർക്ക് ഏത് ഗുണമാണോ പെർസെൻറ്റേജ് കൂടുതലുള്ളത്, 3ഉം ഇല്ലാതെ ഇല്ല, ഏതാണോ കൂടുതൽ പെർസെൻറ്റേജ് ഒരു വ്യക്തിയിൽ സ്വഭാവമായിട്ടുള്ളത് ആ വ്യക്തിക്ക് ആ സ്വഭാവമായിരിക്കും പ്രകടമായിരിക്കുന്ന സ്വഭാവം. ഇപ്പൊ സാത്വികനാണെങ്കിൽ സാത്വികന്റെ സ്വഭാവത്തിന്റെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. അവൻ സാത്വികനായിരിക്കും, സാത്വിക ജ്ഞാനം ഉണ്ടാകും, സാത്വിക കർമ്മങ്ങളായിരിക്കും ചെയ്യുക, സാത്വിക ആഹാരമായിരിക്കും കഴിക്കുക, ഈ പറയുന്ന സത്സംഗം ഭാഗവതം വായിക്കുക, അല്ലെങ്കിൽ ഇതൊരു ഈ ശാസ്ത്രീയമായ അല്ലെങ്കിൽ പുരാണങ്ങളും ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആത്മസാക്ഷാത്കാരം നേടാനുള്ള മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കും സാത്വികൻ എന്ന് പറഞ്ഞാൽ. രജോ ഗുണമാണെങ്കിലോ ഫലേച്ഛയോടെ കർമ്മം ചെയ്യുള്ളൂ, പിന്നെ
എന്ത് കിട്ടിയാലും മതി വരാത്ത അവസ്ഥ, ശരീരം പോലും മറന്നിട്ട് കർമ്മകുശലതയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും. ലക്ഷ്യം കാണുന്നത് വരെ ബാക്കി പുന്നും പിന്നും ഒന്നും നോക്കാതെ പ്രവർത്തിക്കാനുള്ള ക്ഷമത കൂടുതൽ. മനുഷ്യൻ പൊതുവെ രജോ ഗുണക്കാരാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണ ബുദ്ധിയും ത്വരയും എത്ര കിട്ടിയാലും മതി വരാത്തതും തമ്മിലടിക്കുന്നതും ക്രോധം വരണതും ദേഷ്യം വരണതും തമ്മിലടിക്കാനൊക്കെ കാരണം ഈ രജോ ഗുണമാണ്. കാമേക്ഷ ക്രോധേക്ഷ രജോ ഗുണ സമുദ്ഭവ എന്ന കർമ്മയോഗം പറഞ്ഞല്ലോ. ഈ ഘോരമായ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആരാ പ്രേരിപ്പിക്കുന്നതെന്ന് അർജുൻ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ. അതിനൊറ്റ കാരണമുള്ളൂ, കാമേക്ഷ ക്രോധേക്ഷ രജോ ഗുണ സമുദ്ഭവ. ഇനി തമോ ഗുണാണ് കൂടി നിൽക്കുന്നതിലോ, അവരെപ്പോഴും അലസന്മാരായിരിക്കും, എപ്പോഴും കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് സേവിക്കുന്നവരായിരിക്കാം, ഇങ്ങനെ വേണ്ടത് വേണ്ട സമയത്തൊന്നും ചെയ്യാത്തവരായിരിക്കാം. അപ്പോൾ ഈ സ്വഭാവത്തിൽ വൈരുദ്ധ്യം വരിക എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ് എന്നർത്ഥം. ഈ സ്വഭാവം പോലും ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇത് മായ എന്ന് പറയുന്നത് മായാസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ അതിൻ്റെ സൃഷ്ടിയും. അപ്പോൾ അത് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് നമ്മൾ ഇതിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് വരണമെങ്കിൽ ഭഗവാന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കും. എല്ലാവരും ഇന്നലെ നാളെ എൻ്റെ ഇച്ഛയ്ക്ക് അനുസരണമായിട്ട് പ്രവർത്തിക്കുക, എൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരു മനുഷ്യനും പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നാ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞേ, നിരീശ്വരവാദം ഈശ്വരവാദത്തിന്റെ ലക്ഷണമാണ്. യുക്തിവാദം ഭക്തിവാദത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഈ രണ്ടു കൂട്ടരും, ഭക്തനായാലും വേണ്ടില്ല, ഈശ്വരവാദി ആയാലും രണ്ടു കൂട്ടർക്കും ഈശ്വരനെ തെളിയിച്ച് സാക്ഷാത്കരിക്കുക. എല്ലാവരും തെളിവന്വേഷിച്ച് നടക്കും അല്ലേ? യുക്തിവാദികളും ഈശ്വരവാദികളും നിരീശ്വരവാദികളൊക്കെ തെളിവ് എവിടെയെന്ന് ചോദിക്കും. തെളിവ് കിട്ടില്ല. ഒരു പ്രമാണമായിട്ട് അവരവർക്ക് ബോധ്യം വരണം. അത് ഈശ്വരൻ ആരാന്ന് ശരിക്കും ഈ സത്വരജ തമോ ഗുണങ്ങളെ മൂന്നവസ്ഥയെ ജയിച്ചിട്ട് തുര്യ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ആത്മബോധം പ്രകാശിക്കൂ. അപ്പോഴേ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അവൻ തയ്യാറാകുള്ളൂ. അത് ഒരാൾക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധ്യമല്ല, പ്രമാണം കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിക്കാൻ പോയാൽ നിങ്ങളെ പറ്റിക്കും. നിങ്ങൾ ഇഷ്ടഭോഗങ്ങളൊക്കെ ചോദിക്കുക, അതൊക്കെ തരും. എന്നിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞുകൊണ്ട് നടക്കും അല്ലേ? നിങ്ങൾ എന്ത് ഇഷ്ടഭോഗം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിട്ട് മേടിച്ചാലും അതേ കാരണം കൊണ്ട് നിങ്ങളെ കരയിക്കും. അതൊരു ലീലയാണ്. കാരണം ഫലേച്ഛയോട് കൂടിയാണെങ്കിലും ഈശ്വരനെ ഭജിക്കാനൊന്ന് തുടങ്ങണ്ടേ? ഇഷ്ടഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഭജിച്ചിട്ട് ഇഷ്ടഭോഗങ്ങളെ ഞാൻ കൊടുക്കും. എന്തിനാ കൊടുക്കുന്നതെന്നും കൂടെ 7-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തിയിൽ ദൃഢതയുണ്ടാക്കാനാ ചോദിക്കുന്നതൊക്കെ തരുന്നത്. നമുക്കങ്ങനെയാണല്ലോ. അച്ഛനാണോ അമ്മയാണോ നമ്മുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു തരുന്നത്, അവരോട് ആരാണോ സാധിപ്പിച്ചു തരുന്നത് അവരോടായിരിക്കും ഇഷ്ടം. ഇത് ഭൗതിക തലത്തിൽ പോലും അങ്ങനെയാണ്. അപ്പൊ നിങ്ങളെ ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ സാധിപ്പിച്ചു തരുന്ന ദേവതാ സങ്കല്പത്തെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാ, ഭക്തിയിൽ ദൃഢതയുണ്ടാകാൻ വേണ്ടിയിട്ടാ. ഭഗവാൻ അതുകൊണ്ടാ പറഞ്ഞത്, മനുഷ്യൻ എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തിൽ തന്നെയാ, വ്യതിചലിക്കാൻ സാധ്യമല്ല. കാരണം ഈശ്വര ശക്തി കൊണ്ടാണ്, അത് ലയിപ്പിച്ചാണ് നമ്മളെ സഹജ ഭാവനയോടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ജന്മത്തിൽ നിരീശ്വരവാദി ആയാലും അടുത്ത ജന്മത്തിൽ ഈശ്വരവാദിയായിട്ട് പോകാം. അതുപോലെ അനുഭവം ഉണ്ടാവണമെന്ന് മാത്രം. അപ്പം നിരീശ്വരവാദിക്കും ഞാൻ പറഞ്ഞല്ലോ, മാധവൻ നമ്പൂതിരി ആയിക്കോട്ടെ, ഭട്ടതിരിപ്പാടായിട്ട്, നാരായണീയ എഴുതിയ ഭട്ടതിരിപ്പാടായിട്ട്, ഇവരൊക്കെ കടുത്ത നിരീശ്വരവാദിയായിരുന്നു. സംസ്കൃത പണ്ഡിതന്മാരായിട്ട് പോലും പൂണൂലും പൊട്ടിച്ചിട്ടൊക്കെ നടന്നവരാ. അവസാനം അതുപോലെ അനുഭവം ഉണ്ടായി. വാതരോഗം വന്നു കഴിഞ്ഞപ്പം രണ്ടുപേർക്കും അതെ, മാധവൻ നമ്പൂതിരിക്കും അതെ, ഭട്ടതിരിപ്പാടിനും അതെ, വാതരോഗം എന്ത് കാരണം കൊണ്ട് ഒരു ഗുരുവിന്റെ മേടിച്ചോ അല്ലയോ, അവനവൻ രോഗം വന്നോ? രോഗം വന്നു കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കണേ അല്ലേ? അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിരീശ്വരവാദികളാ ശരിക്കും അവര് ഭക്തരായാൽ ഉറച്ച ഭക്തരായിരിക്കും. നമ്മൾ ഈ ഉപരിപ്ലവമായിട്ട് ഭക്തരാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ ഉള്ളൂ. നമ്മൾ അന്ധവിശ്വാസികളാ. ഈശ്വരനെ തെളിയിച്ചു കൊടുക്കാൻ സാധ്യമല്ല, എവിടെയെന്ന് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അവരവർക്ക് ബോധ്യം വരണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈശ്വരനെ വിശ്വസിക്കാനുള്ളതല്ല, അനുഭവിച്ചറിയാനുള്ളതാ. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഈശ്വരന്റെ ശക്തി പ്രവർത്തിക്കുമ്പോഴാ നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ യോഗമായിട്ട് മാറാം. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? അപ്രാപ്യസ്യ പ്രാപ്യതേത് യോഗം.
പിന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും. 64 കലകൾ ഈശ്വരന്റെ ശക്തിയുണ്ട്, 26 ഗുണങ്ങളുണ്ട് ദൈവീയ സമ്പത്തായിട്ട്. അതിൽ 50% ഓരോരുത്തർക്കും ചിലപ്പം 64 പേർക്കായിരിക്കും 64 കലകൾ പ്രകടമാണ്. അത് ശരിക്കും ഭക്തിയിലേക്ക് വരുമ്പോഴേ അവരുടെ പ്രൊവിഷൻസ് പുറത്തു വരും, ഇല്ലെങ്കിൽ അത് മറിഞ്ഞിരിക്കും. അതാണ് സ്വധർമ്മം നിധനം ശ്രേയ എന്ന് പറഞ്ഞു. അവരുടെ സ്വഭാവം അനുസരിച്ച് കർമ്മം ചെയ്യാൻ ശ്രേയസിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. ആ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം വരണ്ടേ? അത് ഒരു ജന്മത്തിലല്ല, പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ടാണ് നമ്മുടെ പ്രൊവിഷൻ ക്രിയേറ്റ് ആകുക. ആ ചിലർക്ക് ഒരാൾക്ക് എഴുതാനായിരിക്കും കഴിവ്, ചിലർക്ക് പറയാനായിരിക്കും, ഒരാൾക്ക് പാട്ട് പാടാനായിരിക്കും കഴിവ്, മറ്റേയാൾക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ഒരാൾക്ക് കൊട്ടാനായിരിക്കും കഴിവ്. 64 കലകളും 6 ശക്തികളും ഒരാൾക്ക് കൊടുക്കില്ല. ഇത് സൃഷ്ടിയുടെ പ്രത്യേകത. അതുകൊണ്ട് സഹയജ്ഞ ഭാവന വേണമെന്ന് പറഞ്ഞു. കാരണം ഇവരെല്ലാരും കൂടെ കൂടിയാലോ അവിടെ ഈശ്വരന്റെ സാന്നിധ്യം, യജ്ഞഭാവന, സഹയജ്ഞ ഭാവന പ്രകടമാകുമ്പോൾ ഭഗവാന്റെ ബ്രഹ്മസാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ പോലും, ജലം വർഷിച്ച് മഴ പോലും പെയ്യണമെങ്കിൽ യജ്ഞകർമ്മം സ്വയം ചെയ്യുകയും മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയും കൂടി ചെയ്യുകയും കൂടെ ചെയ്യുമ്പോഴവിടെ സമ്പന്നമാണ്. നമ്മളിപ്പോൾ ഒരു ഉത്സവം നടത്തുവാണെങ്കിലും തന്ത്രി മുതൽ താഴെ വരെയുള്ളവർ, അതിൽ പങ്കെടുക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചുള്ളൂ. അവരവർക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട്, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പിന്നെ കൂടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം 3 തരത്തിലുള്ള കർമ്മം എവിടെ സ്വരൂപിക്കുന്നോ അവിടെയാണ് ഉത്സവം കേമാവുക. അവിടെ ഈശ്വരന്റെ സാന്നിധ്യം പ്രകടാകും. അപ്പൊ ടോട്ടലി നമുക്ക് ഭഗവാൻ പറഞ്ഞത് എന്താ? ഏവർ എപ്രകാരം എന്നെ ഭജിക്കുന്നുവോ, യോ യോ യാം യാം ധനുഭക്തക, അപ്രകാരം തന്നെ ഞാൻ സദാ തദ്ഭാവ. ഇടയ്ക്കിടയ്ക്ക് ഗീതയിൽ ഇത് പ്രയോഗം വരുന്നുണ്ട് ഭഗവാന്റെ. സദാ തദ്ഭാവഭാവിതാഹ പറഞ്ഞാൽ നിങ്ങൾ ഏതേത് ഭാവത്തിൽ എന്നെ ഭജിക്കുന്നുവോ അതാത് ഭാവത്തിൽ തന്നെ, അപ്രകാരം തന്നെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ ഏതേത് ദേവതയെ ഭജിച്ചാലും വിരോധമൊന്നുമില്ല. 33 കോടി ദേവതാ സങ്കല്പം ഹിന്ദുധർമ്മത്തിൽ വരാൻ തന്നെ കാരണം 33 കോടി ജനങ്ങൾക്ക് 33 കോടി ഇഷ്ടാനിഷ്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് ഇഷ്ടദേവതയെ ഉപാസിക്കുക, പരദേവതയെ ഭജിക്കുക, സർപ്പങ്ങളെ ആരാധിക്കുക. ഇതാണ് പരശുരാമൻ നമുക്ക് ശാസ്ത്ര വ്യവസ്ഥയിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അവരവർക്ക് എത്ര പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള ദേവത ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പൊ അവരവർക്ക് ഇഷ്ടമുള്ള ദേവതയെ നിങ്ങൾക്ക് ഭജിക്കാം. നിങ്ങൾ ഏത് ദേവതയെ ഏത് ഭാവത്തിൽ ഭജിക്കുന്നോ അതേ ഭാവത്തിൽ നിങ്ങളെ ഞാൻ തന്നെയാണ് അതാത് ദേവതയുടെ അനുഗ്രഹിക്കുന്നതെന്നും ഇനി 7-ാം അധ്യായം വരുമ്പോൾ ഭക്തിയുടെ ശ്രേഷ്ഠത പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും വേണ്ടില്ല, നമ്മള് ഈശ്വരന്റെ മാർഗത്തിൽ നിന്ന് ആർക്കും വ്യതിചലിച്ച് നെല്ലട സഞ്ചരിക്കാൻ, ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് നിങ്ങൾ ഏത് ഭാവന, നിങ്ങൾ നിരീശ്വരവാദിയായിട്ട് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ലാന്ന് തന്നെ ആയിരിക്കും നിങ്ങളെ ബോധ്യപ്പെടുത്തുക. അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് നിരീശ്വരവാദിയെ സംസാരിക്കാൻ വന്നാൽ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറുതെ എന്ന് പറഞ്ഞാൽ, എന്നോട് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു കൊടുക്കും. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാന്ന് പറയും. അവര് സന്തോഷമായിട്ട് പൊക്കോട്ടെ. എന്തിനാ വെറുതെ നമ്മൾ സ്പർദ്ധ ഉണ്ടാക്കണേ? വെറുതെ നമ്മുടെ എനർജിയും വേസ്റ്റ് ആവും തർക്കിക്കാൻ പോയാൽ. അപ്പോൾ ഈശ്വരൻ ഇല്ലാന്ന് വിചാരിച്ചാൽ നിങ്ങൾ പറയുന്നത് 100% ചെയ്ത് ഈ കാട്ടിക്കൂട്ടലൊക്കെ വെറുതെ എന്നാൽ അവര് സന്തോഷമായിട്ട് പൊക്കോളൂല്ലോ. അതാണ് സദ്ഭാവ ഭാവിത. നമ്മളെ സമീപിക്കുന്ന ആളുടെ ആ ഇഷ്ടമനുസരിച്ചു കൊണ്ട് നമ്മൾ അവരോട് പെരുമാറിയാൽ അവരുടെ ഇഷ്ടം പിടിച്ചു വെക്കാൻ വേറൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ത്യാഗമാണ് ഗീത പഠിപ്പിക്കുക. ഗീത എന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ ത്യാഗി എന്നാ വരിക അല്ലേ? ഈ ത്യാഗം, ഏറ്റവും വലിയ ത്യാഗം എന്താണെന്നറിയാം? ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കണം. ഒരമ്മയുടെ മോട്ടിവേഷൻ, അമ്മയുടെ സ്നേഹത്തിൻ്റെ മോട്ടിവേഷനാണ്. അതെങ്ങനെയാ? കരയുന്ന കുട്ടിയെ ആരും എടുത്തുകൊണ്ട് പോവില്ല. നിങ്ങൾ ചിരിച്ചിരിക്കുന്ന കുട്ടിയെ കൊണ്ട് നിങ്ങളെ കളിപ്പിക്കാൻ കൊണ്ടുപോകും അല്ലേ? കരയാൻ തുടങ്ങിയ അപ്പം ആരുടെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുക? അമ്മയുടെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുക. കരയുന്ന കുട്ടി ആരെയാണ് അന്വേഷിക്കുക? അതും അമ്മയെ അന്വേഷിക്കുക അല്ലേ? എന്നിട്ട് ഈ അമ്മ ഈ കരയുന്ന കുട്ടി എത്ര വാശി പിടിച്ച് കരയുന്ന കുട്ടിയായാലും ഈ കുട്ടിയുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്ന ഒരു ഭാവം അമ്മയ്ക്കുണ്ട്. എന്നിട്ട് ആ കുട്ടിയെ
എന്താണോ ആ കുട്ടിയുടെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുത്തിട്ട് ആ കുട്ടിയെ സന്തോഷിപ്പിക്കും. ഇതാണ് സ്നേഹത്തിന്റെ മോട്ടിവേഷൻ, ഇതാണ് ത്യാഗമനസ്ഥിതി. അതുകൊണ്ടാണ് കുട്ടി കരഞ്ഞ് വാശി പിടിച്ചാലും അമ്മയെ അന്വേഷിച്ചു പോകുന്നത്. ഇതേപോലെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിച്ച് അവരുടെ മുമ്പിൽ തലകുനിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളെ അന്വേഷിച്ച് ഭക്തർ വരും, മനുഷ്യർ വരും, മറ്റ് ജീവജാലങ്ങൾ വരും. ഇതാണ് സ്നേഹത്തിന്റെ മോട്ടിവേഷൻ. ഭഗവാൻ അങ്ങനെ ഒരു ഭാവമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, മനുഷ്യൻ എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെ അനുസരിക്കും. കാരണം എന്താ? നിരീശ്വരവാദി സംബന്ധിച്ചാൽ ശിശുപാലന് മോക്ഷം കൊടുത്തു, ഭൂതനയ്ക്ക് മോക്ഷം കൊടുത്തു, ഇല്ലേ? അസുരി ഭാവത്തിൽ കൃഷ്ണനെ നശിപ്പിക്കാൻ ചെന്നതാ. എന്നിട്ടും അവർക്ക് സംഘദോഷമല്ല കൊടുത്തത്, സംഘമോക്ഷമാണ് കൊടുത്തത്. ഇതാണ് ഈ ഭഗവാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ ജന്മവും കർമ്മവും ഏറ്റവും ഇമ്പോർട്ടന്റ് ശ്ലോകം ഏതായി അവതാര തത്വത്തിലെ ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ തിക്വാ ദേഹം പുനഃജന്മ നൈതി മാം ഏതിസു അർജുന. നിങ്ങൾക്ക് ഈ ജന്മം കൊണ്ട് മുക്തി നേടണോ? ഭഗവാന്റെ ദിവ്യമായ ജന്മവും ഭഗവാന്റെ ഇത്തരത്തിലുള്ള കർമ്മങ്ങളും പഠിക്കൂ, താത്വികമായിട്ട് പഠിക്കൂ. നിങ്ങൾ പകുതി കാര്യങ്ങൾ താത്വികമായിട്ട് പഠിക്കുമ്പോഴത്തേനും നിങ്ങളുടെ പൂർവജന്മ സ്മരണ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിത് ആരോടും പറയാനൊന്നും പോകണ്ട. നിങ്ങൾക്ക് സ്മരണ കിട്ടിയാൽ നിങ്ങൾ ആരോടും പറയരുത് ഞാൻ പൂർവ്വജന്മത്തിൽ ഇന്നതായിരുന്നു ആളായിരുന്നു, ഇതൊന്നും പറയാൻ പോകരുത്. കാരണം ഈ അജ്ഞരായിട്ടുള്ളവരോട് ഇതൊന്നും സംസാരിച്ചാൽ നിങ്ങൾക്ക് ഭ്രാന്താന്നേ പറയും. അതേപോലെ എന്നെ പോലുള്ളവരോട് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുക. ഇല്ലാതെ ആരോടെങ്കിലും ചർച്ച ചെയ്യാനോ മിണ്ടാനോ പോയേക്കരുത്. മിണ്ടിയാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഭക്തിയിലേക്ക് കുറച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താന്ന് പറയും. ഇതൊന്നും ചർച്ചകളുടെ വിഷയമല്ല. നിങ്ങൾക്ക് ബോധ്യം വന്നാൽ മതി. നിങ്ങളുടെ കർമ്മബന്ധനം തീർക്കണമെങ്കിൽ നിങ്ങളുടെ പൂർവ്വജന്മ സ്മരണ ഉണ്ടാക്കണം. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ശ്രീകൃഷ്ണ അവതാരം പറയുന്ന സമയത്ത് അവിടെ രണ്ടുപേർക്കും അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. എന്തിനാ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം കൊടുത്തത്? ഭഗവാൻ ജനിക്കണേന് ആ ഓൺ ദി സ്പോട്ടിൽ ശിശുവായിട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ചതുർബാഹു രൂപത്തിൽ ദേവകിക്കും വസുദേവർക്കും ദർശനം കൊടുത്തു. ആ ദർശനം സാന്നിധ്യം മാത്രം കൊണ്ട് രണ്ടുപേർക്കും അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാകുക. എന്നിട്ട് ഇതുവരെ ഇല്ലാത്ത സ്തുതികളൊക്കെയാണ് വസുദേവരും പ്രാർത്ഥിക്കുന്നതും അതേപോലെ ദേവകി പ്രാർത്ഥിക്കുന്നതും. അത് പ്രാർത്ഥിക്കുക, സറണ്ടറിങ് ആണ് രണ്ടുപേരും ചെയ്യുന്നത്. ആ സറണ്ടറിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പിന്നെ ഇവർക്ക് പൂർവ്വജന്മ സ്മരണ കൊടുക്കുകയാണ്. 3 ജന്മങ്ങളായിട്ട് നിങ്ങളുടെ പുത്രനായിട്ട് ഞാൻ ജനിച്ചു, എന്നെ നിങ്ങൾ പുത്രഭാവത്തിൽ കണ്ടു. ഈ ജന്മത്തിലെങ്കിലും നിങ്ങൾ പുത്രഭാവത്തിൽ കാണരുത്. ആരായിരുന്നു നിങ്ങൾ പൂർവ്വജന്മത്തിൽ? കൃത്യമായിട്ട് പേരടക്കം ഭഗവാൻ പറഞ്ഞു. ഇതാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥ ഭക്തിയുടെ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6th സെൻസ് അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് എത്തിയ പൂർവ്വജന്മ സ്മരണ നമ്മുടെ കേവത്വം കൊണ്ടല്ല, നമ്മുടെ ഭഗവാന്റെ അനുകമ്പയുണ്ടായാൽ എപ്പോഴാണോ ഇപ്പൊ ദേവകിക്കും വസുദേവർക്കും 3ാമത്തെ ജന്മത്തിലാണ് ഈ ചതുർബാഹു രൂപത്തിൽ ദർശനം കൊടുക്കുന്നതും അതീന്ദ്രിയ ജ്ഞാനം കൊടുക്കുന്നതും. എന്നിട്ടും ഇവർക്ക് പൂർവ്വജന്മ സ്മരണ വന്നില്ല. പ്രാർത്ഥിച്ച് ഭഗവാനെ കണ്ട് ലയിച്ച് നിൽക്കുക. എന്നിട്ടും ദേവകി പറഞ്ഞു, അങ്ങ് ഈ രൂപത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കംസൻ എൻ്റെ സഹോദരൻ്റെ ആള് ശരിയല്ല, അതുകൊണ്ട് സാധാരണ ശിശുരൂപത്തിലേക്ക് തന്നെ വരണം എന്നൊക്കെ പറയും. അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ്, ഇങ്ങനെ നിങ്ങൾ ഈ ജന്മത്തിലെങ്കിലും എന്നെ പുത്രഭാവത്തിൽ കാണരുത്, 3 ജന്മങ്ങളായി നിങ്ങൾക്ക് നഷ്ടമാകുന്നു. അതും അന്ന് അങ്ങനെ നിങ്ങളെ കൊടും തപസ്വിയായിട്ട് മാറ്റണം. ഈ ഒരു യോഗത്തിലേക്ക് ഈ ജന്മത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് എന്നുകൂടി ഭഗവാൻ സാക്ഷാത്കരിച്ചു. അത് മുഴുവനായിട്ടില്ല, ഇന്നത്തെ ഭാഗത്തിലേ വരുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഭക്തിയുടെ ലെവൽ, ഭഗവാന്റെ ജന്മവും കർമ്മവും ശരിക്കും മനസ്സിലാക്കിയാലാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് ഭക്തി, അചഞ്ചലമായ ഭക്തിയിലേക്ക് വരും. അചഞ്ചലമായ ഭക്തി, അതിന് ഈ ഇൻഗ്രീഡിയൻസിനോ പഞ്ചദ്രവ്യങ്ങളോട് പൂജ ഇതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾ മനസ്സും നിങ്ങളുടെ അന്ധക്കരണ ശുദ്ധിയും വന്നാൽ അപ്പോൾ ഭഗവാന്റെ അനുകമ്പ കിട്ടുമ്പോൾ നിങ്ങളെ ജ്ഞാനിയാക്കി മാറ്റും. അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് എത്തിച്ചാൽ നിങ്ങളെ പൂർവ്വജന്മ പ്രൊവിഷൻ, അത് ഭഗവാന്റെ ജന്മവും കർമ്മവും മാത്രം പഠിച്ചിട്ട് കാണാപ്പാടം പഠിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ജന്മം ഇല്ലാതെ വരുമൊന്നുമില്ല. ജന്മം ഇല്ലാതെ വരണേ നിങ്ങളുടെ കർമ്മവും നിങ്ങളുടെ പ്രാരാബ്ധം എന്തൊക്കെയാ ബാക്കിയുള്ളതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് അത് പൂർത്തീകരിച്ചാലേ നിങ്ങൾക്ക് ഇനിയൊരു ശരീരം എടുക്കേണ്ടതായിട്ട് വരാത്ത ഈ ജന്മത്തിൽ തന്നെ ശുദ്ധി നേടണം.
അത് സാധിക്കും. അതാ പറഞ്ഞത്, എൻ്റെ ജന്മവും ദിവ്യമായ ജന്മവും എൻ്റെ കർമ്മവും 125 വയസ്സ് വരെ ശിശുവായൊരു കാരാഗ്രഹം തൊട്ട് അച്ഛനും അമ്മയ്ക്കും ദർശനം കൊടുക്കുന്നു, അവർക്ക് അതീന്ദ്രിയ ജ്ഞാനം കൊടുക്കുന്നത് തൊട്ട് ചിന്തിച്ചോളണം. പിന്നെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്ന 125-ാമത്തെ വയസ്സിൽ സ്വധാമത്തിലേക്ക് കർമ്മം പൂർത്തിയാക്കി പോകുന്നു എന്ന് ഉദ്ധവനോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് വരെ ഭഗവാന്റെ ദിവ്യമായ ജന്മവും കർമ്മവും താത്വികമായിട്ട് പഠിക്കണം, എന്നിട്ട് അതിനെ അനുസരിക്കണം. അതാണ് മനുഷ്യൻ എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഒരു മഹാത്മാക്കളും ആത്മസാക്ഷാത്കാരം നേടിയിട്ടുണ്ടെങ്കിൽ ഈ അതീന്ദ്രിയ ജ്ഞാനത്തിലെ ഈ ഒരു ഭഗവാന്റെ മാർഗത്തെ അനുസരിക്കാത്തവർക്ക് ആർക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അത് ഭൂതനെ ആയിക്കോട്ടെ, എത്ര അസുരന്മാർ ഭഗവാനുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കിയ ശിശുപാലനായിക്കോട്ടെ, ഇവർക്കൊക്കെ പൂർവ്വജന്മമായിട്ട് ഈ മാർഗത്തെ പ്രവേശിച്ച് ഈ മാർഗത്തിൽ തന്നെ അവർ ചരിക്കുന്നത്. അതുകൊണ്ടാണ് സംഘം മോക്ഷം സാധ്യമായത്. എപ്പോൾ പൂർത്തീകരിച്ചോ ആ ഒരു എന്താ പറഞ്ഞ, നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഭൗതികമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആ പഠിച്ച് എവിടം വരെ പഠിക്കുന്നോ നമുക്ക് ജോലി കിട്ടുന്ന വരെ പഠിക്കും അല്ലേ? അതിനും ഒരു ക്വാളിഫൈഡ് ആകണം, യോഗ്യത വേണം. അപ്പൊ ആ യോഗ്യത, അർഹത എല്ലാവർക്കും ഉണ്ട്. അർഹത ഒരിക്കലും യോഗ്യതയല്ല. അത് ആവർത്തിച്ച് ഞാൻ പറയാണ്ട്, അർഹത എല്ലാവർക്കും ഉണ്ട്, അർഹത ഒരിക്കലും യോഗ്യതയല്ല. അർഹത നമുക്ക് ആരാക്കണം, എന്താക്കണം, ഈശ്വരിലേക്ക് എത്താനോ അല്ലാതെ ഭൗതികവാദിയാക്കാനോ രാജാവാക്കാനോ മന്ത്രിയാക്കാനോ പ്രധാനമന്ത്രിയാക്കാനോ എന്ത് വേണേലും അർഹതയുണ്ട്. പക്ഷേ അർഹത കൊണ്ട് യോഗ്യത നേടണം, രണ്ടും ഒന്നല്ല. യോഗ്യത നേടാനാണ് ശാസ്ത്രത്തെ അനുസരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എൻ്റെ മാർഗത്തെ അനുസരിക്കും മനുഷ്യര്. പക്ഷേ ആ അനുസരണ യഥാർത്ഥ ആ ബോധത്തോടു കൂടി അനുസരിക്കാൻ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പം അതിന് ഈ ശാസ്ത്രമൊക്കെ പഠിക്കണം. അതും പഠിക്കാനുള്ള പ്രേരണയും ആ മാർഗത്തിൽ എത്തുമ്പോൾ നിങ്ങൾ തന്നെ പഠിക്കാൻ തുടങ്ങും. ഞാനിപ്പം 2002 വരെ ഈ ഗീതയൊന്നും കൊണ്ടു നടന്നിരുന്ന ആളല്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോഴോ ഒരു ജന്മം കൊണ്ടൊന്നും പഠിച്ചാലൊന്നും ഇത്രയൊന്നും ചിന്തിക്കാൻ പോലും സാധ്യമല്ലെന്ന് ഞാൻ പറയും. ഈ നമ്മൾ നിത്യനൈമിത്യ കർമ്മമൊക്കെ മുടങ്ങാതെ ചെയ്യാന്ന് പറയുന്നത് അത് തന്നെ ഒരു യോഗ. നമ്മൾ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ വ്യതിചലിക്കും, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് മാറ്റി വെക്കും. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നിത്യനൈമിത്യ കർമ്മത്തിൽ രാവിലെ ഇല്ലെങ്കിൽ ഈ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം ഈ ഈശ്വരനെ പൂജിക്കുകയും സഹസ്രാമം ജപിക്കുകയും ഇല്ലെങ്കിൽ ഗീതയിലെ ഒരു അധ്യായം വായിക്കുക എന്ന് പറയുന്നത് നിത്യയുക്തമായിട്ട് തുടങ്ങിയിട്ടുണ്ടോ? എത്ര കാലമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സ്വഭാവമായിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് മാറ്റണം. ഞാനിവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണ്. കാരണം 22 വർഷമായിട്ട് എൻ്റെ ഈ ചിട്ടയും ഈ മാർഗമൊക്കെ ഇത് തന്നെയാണ്. ആ ഭഗവാന്റെ മാർഗത്തിൽ നിന്ന് എന്ന് മുതൽ ശാസ്ത്രം പഠിച്ചോ അന്ന് മുതൽ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. അത് തന്നെ ഒരു യോഗ. ഒരു ദിവസം പോലും ഒരു അസുഖം വന്നിട്ടോ ഇല്ലേ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നിട്ടോ ഇനി ഏവൻ പെല വന്നാൽ പോലും ഞാൻ ഗീത വായിക്കാതിരുന്നിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ പബ്ലിക്കായിട്ട് കാണിക്കാൻ സാമുദായികമായിട്ട് പ്രകടമാക്കുമ്പോഴാണ് എന്താ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് മനനം ചെയ്യാമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ സാധന ചെയ്യാം, അതിനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. അത് യുക്തിസഹജമായിട്ട് തീരുമാനിക്കണം. നമ്മൾ ദിവസം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ജനനത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മുടെ നിത്യനൈമിത്യ കർമ്മമൊന്നും ഒരിക്കലും മുടക്കേണ്ട ആവശ്യകതയില്ല. പ്രത്യേകിച്ചും 14 വർഷം കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ചെയ്തില്ലെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എഫക്റ്റ് ഒന്നും ഉണ്ടില്ല. അതുകൊണ്ടൊന്നും ബാക്ക് അടിച്ചു പോകുന്നുമില്ല. അപ്പൊ കൃത്യമായിട്ട് നിത്യനൈമിത്യ കർമ്മം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാൻ സാധിക്കില്ല. അഥവാ വ്യതിചലിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നിരീശ്വരവാദം പോലും ഈശ്വരവാദത്തിന്റെ ലക്ഷണമാണ്. യുക്തിവാദം ഭക്തിവാദത്തിന്റെ ലക്ഷണം. അപ്പോൾ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ ഭഗവാന്റെ മാർഗത്തിലേക്ക് വന്നുകൊള്ളും. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, മനുഷ്യർ എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെ അനുസരിക്കും. കാരണം ആ ഈശ്വരനിൽ നിന്ന് നമ്മളൊക്കെ ഉണ്ടായിരിക്കണം.
അതുകൊണ്ട് ഈശ്വരൻ്റെ അംശമില്ലാതെ നമ്മുടെ ശരീരവും നിർമ്മിക്കപ്പെടില്ല, ശരീരത്തിലുള്ള ജീവനും ഇല്ല, നമ്മുടെ സ്വഭാവവും ഇല്ല. ഏത് തരത്തിലുള്ള ജീവജാലങ്ങളും ഈ ഭൂമിയിൽ സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളായിക്കോട്ടെ, പക്ഷി മൃഗാദികളായിക്കോട്ടെ, സസ്യലതാദികളായിക്കോട്ടെ, അവരൊക്കെ സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ ചരിക്കുന്നുണ്ട്. ഭഗവാന്റെ മാർഗത്തിൽ തന്നെയാണ്, ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെയാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഗഹനമായൊരു വിഷയമായതുകൊണ്ട് നമുക്കത് ബോധ്യം വരില്ല. ഞാൻ എൻ്റെ എന്നുള്ള ആ 2 കുറ്റിയിൽ അടിച്ചു വെച്ചേക്കണത് കൊണ്ട് ഇതൊക്കെ എൻ്റെ കേമത്തം കൊണ്ടാണ് നടക്കണേന്ന് തോന്നുന്നു. വെറും തോന്നല. അതൊക്കെ മിഥ്യാധാരണയാണ്. അതുകൊണ്ട് നമുക്ക് മനുഷ്യലോകത്തിൽ സിദ്ധി എളുപ്പമാണെന്ന് ഇനി ഭഗവാൻ പറയാണ്. എൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കാംക്ഷന്ത കർമ്മണാം സിദ്ധി ഏചന്ത ഇഹദേവത ക്ഷിപ്രം ഹി മാനുഷ്യ ലോകേ സിദ്ധിർഭവതി കർമ്മജ. എന്തിനാ എത്രയധികം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭഗവാന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചാൽ പിന്നെ കർമ്മണാം സിദ്ധി കാംക്ഷന്ത, കർമ്മങ്ങളുടെ ഫലത്തെ ഇച്ഛിക്കുന്നവർ, ഇഹ ദേവതാ യജന്തേ, ഇവിടെ ദേവതകളെ യജിക്കുന്നു. ഹി മാനുഷ്യലോകേ, എന്തെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മജാ സിദ്ധിം ക്ഷിപ്രം ഭവതി. എന്താ കാരണം? കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗമുണ്ടാകുന്നവർ. നിങ്ങൾ നന്മ ചെയ്താ നന്മയും തിന്മ ചെയ്താ തിന്മയും എളുപ്പം എൻ്റെ ഫലം കിട്ടുന്നവർ. കാത്തിരിക്കൊന്നും വേണ്ട. കർമ്മങ്ങളുടെ ഫലത്തെ ഇച്ഛിക്കുന്നവർ, ഏത് തരത്തിലുള്ള ഫലം ഇച്ഛിക്കുന്നോ അതനുസരിച്ചുകൊണ്ട് ഫലസിദ്ധി കിട്ടും. അപ്പൊ നിരീശ്വരവാദിയും ഈശ്വരവാദിയും യുക്തിവാദിയും ഭക്തിവാദിയും ഒക്കെ ജീവിക്കുന്നുണ്ടല്ലോ, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പൊ കാമധേനുവിനെ പോലെ ഭഗവാൻ യാതൊരു പക്ഷഭേദവും ഇല്ലാതെ ആ സഹജമായിരിക്കുന്ന യജ്ഞഭാവനയിലൂടെ എല്ലാവരും മനുഷ്യലോകത്തിൽ ഏത് തരത്തിലാണ് സിദ്ധി ആഗ്രഹിക്കുന്നത് ആ സിദ്ധി കൊടുക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. മനുഷ്യലോകത്തിൽ സിദ്ധി എളുപ്പമാണെന്നാണ് പറഞ്ഞത്. കർമ്മത്തിന്റെ ഫലം എളുപ്പമാണ്. കാരണം വിശേഷ ബുദ്ധിയും കൂടെ ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ ഗുണദോഷങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള കഴിവിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വശാന്തി നിഗച്ഛതി എന്നാണ് പറഞ്ഞത്. ക്ഷിപ്രം ഭവതി ധർമാത്മാ. നമുക്ക് ഒരു ജന്മത്തിൽ തന്നെ മനുഷ്യന് സിദ്ധി നേടാൻ സാധിക്കും. അനേക ജന്മമൊന്നും വേണ്ട. പക്ഷെ ഭഗവാൻ പറയുന്ന ആ മാർഗത്തെ യഥാവിധി ആത്മസാക്ഷാത്കാരത്തിനായി ആത്മബോധത്തോടു കൂടി പ്രവർത്തിക്കണം. അപ്പോഴേ ഗുണദോഷങ്ങളെയൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തഭാവത്തെ അനുഭവിച്ചറിയണം. അങ്ങനെയുള്ളവരെ ശരീരം ത്യജിച്ചാലും മുക്തിയിലേക്ക് എത്തുള്ളൂ. ഏതെങ്കിലും നിറത്തി വാസനാബലം കൊളുത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് കർമ്മഫലത്തെ ഇച്ഛിക്കുന്നവർ ഈ ലോകത്തിൽ ദേവതകളെ ഉപാസിക്കുന്നു. ഇഷ്ടമുള്ള ദേവതയെ ഉപാസിച്ചോളൂ. എന്തെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗത്തിൽ ഉണ്ടാകുന്നു. ഫലകാംക്ഷയോട് കൂടിയ ദേവതാരാധനം ഇന്ദ്രിയ പ്രീണനം തന്നെയാണ്, പക്ഷെ ഫലസിദ്ധി എളുപ്പമാണ്. ഇപ്പൊ വേദം വൈദിക കർമ്മങ്ങളാണെങ്കിലും അവിടെ ഓരോ മന്ത്രം ജപിച്ചാലും ഇല്ലേ ഇന്ന യജ്ഞം ഇന്ന യാഗം ചെയ്താൽ ഇന്ന ഫലം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ? മനുഷ്യൻ പൊതുവേ ഈ രജോ ഗുണം കൂടുതലുമായതുകൊണ്ടേ ഈ ഫലം ഇച്ഛിച്ചുകൊണ്ട് ഈശ്വരനെ പോലും ഭജിക്കുക. അതും ഓഫർ കൊടുത്തിട്ട് ഭജിക്കും, ഇല്ലേ? എൻ്റെ കാര്യം ഇന്നത് നടന്നാൽ ഞാൻ ഭഗവാൻ ഇന്ന വഴിപാട് കഴിച്ചേക്കാം, ഭഗവാൻ ഓഫർ കൊടുക്കും. അങ്ങനെ മനുഷ്യന്റെ സ്വഭാവം. രജോ ഗുണമാണല്ലോ ആധിക്യം കൂടുതൽ. മനുഷ്യൻ പൊതുവെ രജോ ഗുണക്കാരാണ്, ദേവന്മാർ സത്വഗുണക്കാരാണ്, അസുരന്മാർ തമോ ഗുണക്കാരാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം രജോ ഗുണാത്മകമായതുകൊണ്ട് മനുഷ്യൻ എന്ത് കാര്യം ഈശ്വരകാര്യം ചെയ്താലും ഫലസിദ്ധി ഉറപ്പുവരുത്തും, എന്നിട്ടേ ഭജിക്കുള്ളൂ. എന്നാൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്താലേ ഫലസിദ്ധി എളുപ്പമെന്ന് പറഞ്ഞു. എന്തിനാ ഫലസിദ്ധി തരുന്നതെന്ന് ഞാൻ പറഞ്ഞു, ഭക്തിയിൽ ദൃഢത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% ഡിവോട്ടീസും ഈ ഫലസിദ്ധിയിൽ കുടുങ്ങി കിടക്കും. പ്രേയസേ വേണ്ടു എല്ലാവർക്കും. പ്രേയസം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ഫലം. പ്രാർത്ഥിച്ച് കിട്ടുന്നതൊക്കെ പ്രത്യക്ഷം, അത് നഷ്ടപ്പെടും. പ്രത്യക്ഷമായിരിക്കുന്ന അപ്രത്യക്ഷമാകും, താൽക്കാലിക ഫലങ്ങളായിരിക്കും. അതിനെ പ്രേയസം എന്ന് പറയാം. നമ്മുടെ ശരീരം പോലും പ്രേയസമാണ്, ഇന്നല്ലേ നാളെ നഷ്ടപ്പെടും. ആ ആസുരി സമ്പത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ മനുഷ്യൻ അതിന്റെ പിന്നാലെ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ പോലും ആശ്രയിക്കുക. ദൈവിക ഗുണങ്ങളെ പോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആസുരി സമ്പത്തിനെ ആർജിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ? ഫലസിദ്ധി എളുപ്പ. ഫലാകാംക്ഷയോടുകൂടി ദേവതാരാധനം ഇന്ദ്രിയ പ്രീണനം തന്നെയാണ്. അതിന് ശരീരത്തുകൊണ്ട് വരെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുവരെ പീഡിപ്പിച്ചിട്ടാണ് അതിന് വേണ്ടില്ല
ഫലസിദ്ധി കിട്ടുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എന്ത് ദാനവും ചെയ്യും, എന്ത് യജ്ഞകർമ്മവും ചെയ്യും, എന്ത് യാഗവും ചെയ്യും. ഫലസിദ്ധി ഉറപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മതി. കുറച്ച് കഷ്ടപ്പെട്ടാലും ഫലസിദ്ധി കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് മനുഷ്യൻ പൊതുവെ പ്രവർത്തിക്കുന്നത്. എന്തെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗത്തിലുണ്ടാകും. അപ്പൊ തുടക്കക്കാർക്ക് ഫലസിദ്ധി, ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണെങ്കിലും ഈശ്വരനെ ഭജിക്കാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷൻസ് തരുന്നുണ്ട്. ചതുർവിധ ഭജന്റെ, എൻ്റെ ഭക്തര് 4 കൂട്ടരാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഈശ്വരവാദി ആയാലും വേണ്ടില്ല, എങ്ങനെ എൻ്റെ ഭക്തരായിട്ട് മാറും? ഭക്തി ഇല്ലാത്തവരെ ആസുരീഭാവമുള്ള തമോ ഗുണത്തിന്റെ ആധിക്യത്തിലുള്ള എന്നെ ഭജിക്കില്ല, എന്നെ മനുഷ്യരെ പോലെ സാധാരണ ശരീരം എടുത്തു വന്നവനാണെന്ന് കരുതിയിട്ട് നിന്ദിക്കുകയും കൂടെ ചെയ്യുന്ന ഭഗവാൻ പറഞ്ഞു. ആ കൂട്ടരെ ഭഗവാൻ ലിസ്റ്റിൽ പെടുത്തിയിട്ടേ ഇല്ല. പിന്നെ ഗീത ചർച്ച ചെയ്യുന്നതൊക്കെ ഭക്തിയുള്ളവരെ പറ്റിയാ. ആ ഭക്തിയുള്ളവർ തന്നെ 4 കൂട്ടരെന്ന് പറയുന്നത് ചതുർവിധ ഭജന്തേമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് ഈ ഫലസിദ്ധിയെ പറ്റിയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ആരാ ആദ്യത്തെ ലിസ്റ്റിൽ വരാ? ദുഃഖിതർ. ദുഃഖിക്കുന്നവരാണ് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങുക. എന്തെങ്കിലും കഠിനമായ ക്ലേശം വന്നു കഴിഞ്ഞാൽ അറിയാതെ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറയും. തല്ല് കിട്ടിയിട്ടാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാമാന്ന് ഞാൻ പറയാം. കാരണം എന്താ? അക്ഷരങ്ങളിൽ അകാരം ഞാനാകുന്നു എന്ന് ഭഗവാൻ ഗീതയിലെ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്. അയ്യോ എന്ന് പറയുമ്പോൾ അതിൽ അകാരമുണ്ടോ? ആത്മാവെന്ന് പറഞ്ഞ അകാരമുണ്ടോ? അച്ഛൻ എന്ന് പറഞ്ഞ അകാരമുണ്ടോ? അമ്മ എന്ന് പറഞ്ഞ അകാരമുണ്ടോ? ഇതൊക്കെ പറയുന്ന ഈശ്വരനാമ. അപ്പൊ കരഞ്ഞോണ്ടാണെങ്കിലും വേദനിച്ചിട്ടാണെങ്കിലും അയ്യോന്നോ അച്ഛന്നോ അമ്മോന്നോ വിളിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരനാമമായിട്ട് മാറും. അപ്പൊ ദുഃഖിക്കുന്നവരാണ് ആദ്യത്തെ കാറ്റഗറി. ദുഃഖിക്കുന്നവരാണ് എൻ്റെ ഭക്തരിൽ ആദ്യത്തെ ലിസ്റ്റിലുള്ളതെന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി ദുഃഖം മാറിയാലോ? പിന്നെ ഭഗവാനോട് ഫലസിദ്ധി ചോദിക്കും, ഇഷ്ടഭോഗങ്ങൾ ചോദിക്കും. അതാണ് അർത്ഥലാഭത്തിന് വേണ്ടിയിട്ട്, അതായത് അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് എന്നെ ഭജിക്കുന്നവരാണ് 2ാമത്തെ ലിസ്റ്റിൽപ്പെട്ടവർ. ദുഃഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടഭോഗങ്ങൾ ചോദിക്കും. ഇനി ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാൽ ഒരിക്കലും തൃപ്തി വരില്ലല്ലോ. പിന്നെ ആരെങ്കിലും പറയും ഇന്നടത്ത് പോയാൽ ഇന്ന കാര്യം നടക്കും, ഇല്ല അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും, ഇന്ന കാര്യം സാധിക്കും എന്ന് പറയുമ്പോൾ അങ്ങോട്ടൊക്കെ ഓടും. അപ്പൊ യഥാർത്ഥ ഈശ്വരൻ എവിടെ അന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എടുക്കും. അതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള മാറ്റം തീർത്ഥാടനം വരെ എത്തും. നിങ്ങൾ ചാർധാമിലോ ഇല്ലെങ്കിൽ ഗംഗയിൽ പോയി കുളിക്കണമെന്നോ എന്താ പറഞ്ഞേ ഹരിദ്വാറിൽ പോകണമെന്നോ, ഇതൊക്കെ ഈ തന്നെ ഇപ്പോൾ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തീർത്ഥാടനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തും. ഭഗവാൻ എവിടെ യഥാർത്ഥ അന്വേഷണ ശക്തി നമുക്ക് കുറേ കൂടെ ത്വരയും കൂടും. യഥാർത്ഥ ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നതെന്നൊരു അന്വേഷണം ഉണ്ടാകും. ഇതാണ് 3ാമത്തെ കാറ്റഗറി. എല്ലായിടത്തും പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ദുഃഖം പറയും, അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് വഴിപാട് കഴിക്കും, ഈ അന്വേഷണ ബുദ്ധി തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് 3 കാറ്റഗറിയിൽ നിൽക്കുക. 4ാമത്തെ കാറ്റഗറിയിൽ എത്തുമ്പോഴാണ് ആത്മജ്ഞാനിയായിട്ട് മാറുക. എന്നും ഓടി നടക്കാനൊക്കെ പറ്റില്ല. അപ്പം ചിലപ്പോൾ വയസ്സായിട്ട് അനങ്ങാതിരുന്നിട്ടോ റിട്ടയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഭഗവാനെ ഭജിക്കാൻ തീരുമാനിക്കണം. അപ്പം സാക്ഷാത്കാരത്തിന് ശ്രമം തുടങ്ങും അവിടെ. അതാണ് ആത്മജ്ഞാനികളെ ആണെന്ന് പറയുന്നത് 4ാമത്തെ കാറ്റഗറിപ്പെടുന്നത്. 4 കൂട്ടരും ഉത്തമരാണെന്ന് തന്നെ ഭഗവാൻ പറയുന്ന ഉത്കൃഷ്ടരാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയം ആത്മജ്ഞാനികളെയാണെന്ന് പറഞ്ഞു. അവർ ഈ ഭൗതിക സിദ്ധികളൊന്നും വേണ്ട എന്ന് പറയുന്നത്. 4 കൂട്ടരും നല്ലതാണ്. കാരണം ഈ മാർഗത്തിൽ പ്രവേശിച്ചോ, ഭഗവാൻ പറഞ്ഞ മാർഗത്തിൽ, ഭഗവാന്റെ മാർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഫലസിദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിലും. അപ്പം ആ കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഫലകാംക്ഷയോടുകൂടി ദേവതാരാധനം ഇന്ദ്രിയ പ്രീണനമാണ്, എന്നാൽ തന്നെ ഫലസിദ്ധി എളുപ്പമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇഷ്ടമുള്ള ദേവതയെ വെച്ചു, എന്നാലും ഭഗവാൻ നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം സാധിപ്പിച്ചു. അത് ആത്മാർത്ഥമാണെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഉറപ്പാ. ഭഗവാന്റെ നിഘണ്ടുവിൽ തഥാസ്തുന്നേ അനുഗ്രഹിക്കൂ. പിന്നെ തരാമെന്നോ ഇല്ലെങ്കിൽ ഇപ്പം തരാൻ പറ്റില്ല എന്നോ എന്ന് പറയുന്ന സ്വഭാവമില്ല. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചോ. അപ്പം ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും. നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. യോഗക്ഷേമം വഹാമ്യഹം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് നൽകും. നമ്മുടെയൊക്കെ ബയോഡറ്റ കംപ്ലീറ്റ് അറിയാവുന്ന ഈശ്വരന് മാത്രമേ ഉള്ളൂ. നമ്മളെ ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്ക് പോലും നമ്മുടെ ബയോഡറ്റ അറിയില്ല.
നമ്മൾ ഓരോ നിമിഷം ചിന്തിക്കുന്നതും നമ്മൾ പറയാൻ പോകുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ 100% ഭഗവാൻ അറിയാം. അതുകൊണ്ട് നിങ്ങളൊന്നും ഇച്ഛിക്കണ്ട. ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗക്ഷേമമൊക്കെ ഭഗവാൻ നോക്കും. ഇതിനെന്താ തെളിവെന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഈ അവസ്ഥയിലാണ്. ഏതാണ്ട് 60% ഭഗവാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതൊരു മനുഷ്യനാണോ, എന്തെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലം. കാരണം രജോ ഗുണം ഉള്ളതുകൊണ്ട് കർമ്മകുശലതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടുന്നവരെ മനുഷ്യൻ പിന്നോട്ടിരിക്കുന്ന പ്രശ്നമില്ല. ലക്ഷ്യം തീരുമാനിച്ചാൽ മതി, കർമ്മ അവനെ അതിലേക്ക് നയിക്കും. അതാണ്, നിങ്ങൾ ഏത് കാര്യത്തിൽ ലക്ഷ്യം തീരുമാനിച്ചോളൂ, ലക്ഷ്യം ഉറപ്പിച്ചോ, പിന്നെ കർമ്മം നിങ്ങളെ അതിലേക്ക് നയിക്കും. അവിടെ എത്തുന്നവരെ നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. ഇതാണ് മനുഷ്യലോകത്തിലെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇനി പറയുന്നത്, ഈ കർമ്മത്തിന്റെ ഫലം അല്ലെ, കർമ്മം ചെയ്യാനുള്ള ഇച്ഛാശക്തി എങ്ങനെ ഉണ്ടാകുക? അവരുടെ സ്വഭാവവും അവരുടെ കർമ്മവാസനയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇഷ്ടദേവതയെ ഭജിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവത പൂർവ്വജന്മ വാസനാബലത്തിലായിരിക്കും ഈ ജന്മത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവതയും ക്രിയേറ്റ് ആകും. അപ്പോൾ വാസനാബലമാണ് മുഖ്യം. നമ്മൾ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും കാര്യത്തിൽ വാസനാബലം ഉറപ്പിച്ചുകൊണ്ടാണ് മരണം വരെ സംഭവിക്കുന്നതെങ്കിൽ അതേ വാസനാബലത്തോടു കൂടിയായിരിക്കും അടുത്ത ജന്മത്തിൽ ശരീരം കിട്ടുക. അപ്പൊ ഈ ഭക്തിയുടെ വാസന എന്ന് പറയുന്നത് ഒരു ജന്മത്തിലെ അല്ല, അനേക ജന്മങ്ങളിലെ ഡിപ്പോസിറ്റാണ് നമുക്കത് വാസനാബലമായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇനി പറയുന്നത്, ഈ മായ, അതായത് മൂലപ്രകൃതിയുടെ സിസ്റ്റം പ്രകൃതി സിസ്റ്റമാണ്. അതും ആ ഗുണങ്ങളും വെച്ചുകൊണ്ട് പിന്നെ അവരവരുടെ കർമ്മവാസനയും അറിഞ്ഞുകൊണ്ട്, ഇല്ലേ, കർമ്മവാസനാബലം അനുസരിച്ചുകൊണ്ട് ഭഗവാൻ 4 കാറ്റഗറികളെ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യരിൽ തന്നെ. അതാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം വിദ്യാകർത്താരമവ്യയം. ഭഗവാൻ 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? ഗുണകർമ്മ വിഭാഗശ, ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗം അനുസരിച്ച് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. തസ്യ കർത്താരമഭി, അതിൻ്റെ കർത്താവാണെങ്കിലും അവ്യയം മാ അകർത്താരം വിദ്ധി, നാശമില്ലാത്തവനായിരിക്കുന്ന എന്നെ അകർത്താവെന്ന് അറിഞ്ഞാൽ. അതായത് ഈ 4 കാറ്റഗറിയെ സൃഷ്ടിച്ചത് ഭഗവാനാണെങ്കിലും ഭഗവാന് യാതൊരു ഉത്തരവാദിത്വമില്ല ഈ ഇതിൻ്റെ സൃഷ്ടിയിൽ. എന്താ കാരണം? അവരുടെ സ്വഭാവവും ഗുണകർമ്മങ്ങളും ചേർന്നിട്ടാണ് ഈ കാറ്റഗറി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അർത്ഥം. നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് നമ്മുടെ സ്വഭാവവും നമ്മുടെ കർമ്മ വാസനയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന കാറ്റഗറി പെടുക. പിന്നെ ആ കാറ്റഗറൈസേഷൻ അപ്ഗ്രേഡേഷൻ ആകുമോ ഡൗൺഗ്രേഡ് ആകുമോ എന്ത് ചെയ്താലും വേണ്ടില്ല, അതിന് ഭഗവാന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാ ഇത് സൃഷ്ടിച്ചത് ഞാനാണ്, മയാ സൃഷ്ടെന്ന് പറഞ്ഞു. പക്ഷേ നാശമില്ലാത്തതായ എന്നെ അകർത്താവായിട്ട്, ഞാനാണ് ഇതിൻ്റെ കർത്താവെന്ന് ആർക്കും തോന്നില്ല. അതാണ് അകർത്താവായിട്ട് വർത്തിക്കുന്നത് പറയും. കാരണം അവരവരുടെ സ്വഭാവം അനുസരിച്ച് ജീവിക്കുമ്പം ഇതിൻ്റെ പിന്നിൽ ഈ കാറ്റഗറൈസേഷൻ ബ്രാഹ്മണനാക്കിയതോ ക്ഷത്രിയനാക്കിയതോ വൈശ്യനാക്കിയതോ ശൂദ്രനാക്കിയോ ഈ ചതുർവർണ്ണത്തിൽ ഇത് ഭഗവാനാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഈ 4 വകുപ്പിൽപ്പെട്ടവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം എന്താ? അവരവരുടെ സ്വഭാവം വെച്ചിട്ട് അവരവർ ആ കാറ്റഗറിയിൽ വരണതേ. അതുകൊണ്ട് ഈ വർണ്ണങ്ങൾക്ക് സത്വരജ തമോ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും സ്വഭാവ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന തരഭേദങ്ങൾക്ക് പിൽക്കാലത്ത് രൂപം പ്രാപിച്ച ജാതി വ്യവസ്ഥിതിയുമായിട്ട് പുലബന്ധം പോലുമില്ല. ഈശ്വരൻ ഒരിക്കലും ജാതി മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. വർണ്ണവും ജാതിയും ഒന്നാണെന്ന നിലയിലുള്ള ദുർവ്യാഖ്യാനത്തിന് ഈ ശ്ലോകം വരെ എടുത്തു പ്രയോഗിച്ചിട്ടുണ്ട്.
ബ്രാഹ്മണൻ എന്ന് പറയുന്നതും ക്ഷത്രിയൻ എന്ന് പറയുന്നതും വൈശ്യൻ എന്ന് പറയുന്നതും ശൂദ്രൻ എന്ന് പറയുന്നതും ഒരു ജാതിയല്ല. ഒരു മനുഷ്യനെ തന്നെ ബ്രാഹ്മണത്വമുണ്ട്, ക്ഷത്രിയത്വമുണ്ട്, വൈശ്യത്വമുണ്ട്, ശൂദ്രത്വമുണ്ട്. നിങ്ങളുടെ സ്വഭാവം ഏത് തരത്തിൽ ക്രിയേറ്റ് ആകുന്നോ അതനുസരിച്ച് ടോട്ടൽ, ഞാൻ പറഞ്ഞില്ല, സത്വരജ തമോ ഗുണങ്ങളുടെ പെർസെൻറ്റേജ് അനുസരിച്ചുകൊണ്ടായിരിക്കും ആ വ്യക്തി ബ്രാഹ്മണനായിട്ടോ ഇല്ലെ ക്ഷത്രിയനായിട്ടോ വൈശ്യനായിട്ടോ ശൂദ്രനായിട്ടോ ജനിക്കാനും അവൻ്റെ സ്വഭാവം കാണിക്കാനും ഇടവരുന്നത്. ഇങ്ങനെ അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കാറ്റഗറിയിൽപ്പെട്ടവർക്കും ഇത് സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരനാണെന്നൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. കാരണം ഭഗവാൻ പ്രകൃതിയെ സൃഷ്ടിച്ചിട്ട് ഈ വർണ്ണ കാറ്റഗറി ഉണ്ടാക്കി അവരവരുടെ കർമ്മവാസനയും ജന്മവാസനയും അനുസരിച്ച് 4 കാറ്റഗറി ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഭഗവാൻ ഒരു കാരണവശാലും അത് കർത്തൃത്വം ഏറ്റെടുത്തിട്ടില്ല. കാരണം കർത്തൃത്വം അവരവരുടെ ഡിപ്പെൻഡാണ്. അവരവർ ചെയ്യുന്ന അനുസരിച്ചുകൊണ്ട് നമുക്ക് കാറ്റഗറി ചേഞ്ച് ആവുകയും ചെയ്യും. ഇനി എങ്ങനെയാന്ന് പറയാം. ഒരു മനുഷ്യൻ എങ്ങനെയാ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുക, എങ്ങനെയാണ് ക്ഷത്രിയ കുലത്തിൽ ജനിക്കുക, എങ്ങനെയാണ് വൈശ്യകുലത്തിൽ ജനിക്കുക? തമോ ഈ ഡിപ്പെൻഡ് അപ്പോൺ അവർ ക്യാരക്ടർ. നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും പൂർവ്വജന്മാർജിതമായിട്ടുള്ളത് അനുസരിച്ചു കൊണ്ടാണ് ഈ കാറ്റഗറിയിൽ പോയിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കാണോ സത്വഗുണം 1-ാം സ്ഥാനത്തും രജോ ഗുണം 2-ാം സ്ഥാനത്തും സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ സത്വഗുണം, 2ാമത്തത് രജോ ഗുണം, 3ാമത്തെ തമോ ഗുണം ആയിരുന്നാൽ ജീവിതകാലം മുഴുവൻ സത്വഗുണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും. അവൻ ഈ ജന്മത്തിൽ തന്നെ സത്വഗുണത്തിനാണ് പ്രാധാന്യം എങ്കിൽ അവൻ ബ്രാഹ്മണ കുലത്തിലായിരിക്കും, യാതൊരു സംശയമില്ല. ഇനി ആരാണോ മാറ്റം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്, അടുത്ത ജന്മത്തിൽ വേണമെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കാം. സത്വഗുണത്തിൽ ഈ ജന്മത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം. ഇനി രജോ ഗുണം 1-ാം സ്ഥാനത്തും സത്വഗുണം 2-ാം സ്ഥാനത്തും തമോ ഗുണം 3-ാം സ്ഥാനത്തുമാണ് വാസനാബലം ക്രിയേറ്റ് ആകുന്നെങ്കിൽ ആ വ്യക്തി ക്ഷത്രിയ കുലജാതനായിരിക്കും. ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്താൽ അടുത്ത ജന്മത്തിൽ ക്ഷത്രിയനായിട്ട് ജനിക്കാം. ഇനി 3ാമത്തത് രജോ ഗുണം 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്ത് തമോ ഗുണവും 3ാമത്തെ സ്ഥാനത്ത് സത്വഗുണവും വന്നാൽ അവൻ വൈശ്യകുലത്തിൽ ജനിക്കും. ഇനി തമോ ഗുണം 1-ാം സ്ഥാനത്തും രജോ ഗുണം 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്ത് സത്വഗുണവും വന്നാൽ അവൻ ശൂദ്രകുലത്തിൽ ജനിക്കും. ഇത് അവരവരുടെ സ്വഭാവം കൊണ്ടാണ് ഈ ജന്മം മാറുകയും ചെയ്യും. കാരണം എന്താ, അവരവർക്ക് കിട്ടിയിരിക്കുന്ന കാറ്റഗറി അനുസരിച്ചുള്ള സ്വഭാവം ക്രിയേറ്റ് ചെയ്ത് അതനുസരിച്ചുകൊണ്ട് ജീവിച്ച അതേ കർമ്മത്തിലൂടെ അവന് മുക്തി നേടാൻ സാധിക്കും. ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണന്റെ കർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് ഭഗവാൻ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ വാസനാബലം ഉണ്ടാക്കി അവൻ സാത്വികനായിട്ട് തന്നെ മരിക്കാൻ ഇടവന്നാൽ അവൻ ദേവഗണത്തിലേക്കോ ഇല്ലെങ്കിൽ ദേവനിലേക്കോ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ബ്രഹ്മജ്ഞാനിയായിട്ട് മാറുകയും ചെയ്യും ഭഗവാൻ പറഞ്ഞ പോലെ അനുസരിച്ചാൽ. ബ്രഹ്മജ്ഞാനി ആയാലേ ബ്രഹ്മത്തിലേക്ക് ചേരാനും പറ്റും. ഇപ്പൊ ക്ഷത്രിയ കുലജാതനാണെങ്കിൽ ധർമ്മത്തിന്റെ രക്ഷയും ധർമ്മപരിപാലകനും സ്വയം രക്ഷയും രാജ്യത്തിന്റെ രക്ഷയ്ക്കും വേണ്ടിയിട്ട്, ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആര് നിൽക്കുന്നോ അവൻ ക്ഷത്രിയ കുലത്തിലായിരിക്കും ജനിക്കുക. അവന്റെ ജന്മോദ്ദേശവും ധർമ്മരക്ഷയാണ്. ഇനി 3ാമത്തതോ രജോ ഗുണം 1-ാം സ്ഥാനത്തും തമോ ഗുണം 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്ത് സത്വഗുണം വന്ന വൈശ്യകുലത്തിൽ ജനിക്കും. ക്ഷത്രിയ കുലജാതന്റെയും രജോ ഗുണം 1-ാം സ്ഥാനത്താണ്. പക്ഷെ അവിടെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന അവന്റെ സത്വഗുണാത്മകമായിരിക്കും. 3-ാം സ്ഥാനത്തെ തമോ ഗുണം വരുള്ളൂ. വൈശ്യനായാൽ അവിടെ രജോ ഗുണം 1-ാം സ്ഥാനത്തും തമോ ഗുണം 2-ാം സ്ഥാനത്തും വരും. 3ാമത്തെ സ്ഥാനത്തായിരിക്കും സത്വഗുണം. അവന്റെ സ്വഭാവം ക്രിയേറ്റ് ആയാലും അവൻ വൈശ്യകുലത്തിൽ ജനിക്കും. വൈശ്യന്റെ ജോലി എന്താന്നൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃഷി, ഗൗരുഷ്യ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം. അവൻ ആ തരത്തിലായിരിക്കും കൃഷി ചെയ്യുന്നതിലും അതിൻ്റെ ഫൈനാൻസ് ചെയ്യുന്നതിലും ഇല്ലേ മാർക്കറ്റൈസ് ചെയ്യുന്നതും വ്യാപാരം നടത്തുന്നതിലും ഗോക്കളെ പരിപാലിക്കുന്നതും ഒക്കെ വൈശ്യകർമ്മന്റെ സ്വഭാവമാണ്. ഇന്നും ഈ കാറ്റഗറി ഒന്നും ഇല്ലാതായിട്ടില്ല. അതാ പറഞ്ഞ ജാതി മതങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. 3ാമത്തെ കാറ്റഗറിയാണ് ശൂദ്രന്റെ സ്വഭാവം. എന്താ, അവന്റെ സ്വഭാവത്തിൽ തമോ ഗുണം 1-ാം സ്ഥാനമായിരിക്കും, 2-ാം സ്ഥാനത്ത് രജോ ഗുണമായിരിക്കും,
മൂന്നാം സ്ഥാനത്തായിരിക്കും സാത്വിക ഗുണം. അവന്റെ സ്വഭാവം എന്താ? പരിചര്യാത്മകം കർമ്മം ശൂദ്രസ്യാഭി സ്വഭാവജം. ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും പരിചാരക കർമ്മത്തിലൂടെ സേവിക്കുക എന്നുള്ളതാണ് ശൂദ്രന്റെ ഡ്യൂട്ടി. ഞാൻ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠ ജന്മം ശൂദ്രന്റെ. കാരണം എന്താ? ഇവൻ ബ്രാഹ്മണനോട് ചേർന്ന് നിന്ന അടുത്ത ജന്മത്തിൽ ചിലപ്പം ബ്രാഹ്മണൻ ശൂദ്രനായിട്ടും ജനിക്കും, ശൂദ്രൻ ബ്രാഹ്മണനായിട്ടും ജനിക്കും. ഇതാണ് പരസ്പരം ഭാവയന്ത കാരണം. കാറ്റഗറിയൊക്കെ ചേഞ്ച് ആവും. കാരണം അതുകൊണ്ടാണ് ഇത് കർത്താവായ ഭാവത്തിലാണ് ഭഗവാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാരണം നമ്മൾ ഈ കാറ്റഗറിയിൽ പെട്ടാലും വേണ്ടില്ല, നമ്മുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും നമ്മൾ ഈശ്വരിലേക്ക് എത്തുകയോ അധപ്പതിക്കുകയോ യഥാസ്ഥിതി നിലനിർത്തുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഈ മനുഷ്യന് മാത്രമേ ഇതിൻ്റെ കാറ്റഗറൈസേഷൻ വക തിരിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ജന്മത്തിൽ നമ്മുടെ സ്വഭാവം എന്താണെന്നും അതെന്താന്ന് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അടുത്ത ജന്മത്തിലെ ജന്മവും. ജന്മം വേണ്ടാന്നുണ്ടെങ്കിലും അതും നമുക്ക് ഓപ്ഷനാണ്. അപ്പൊ ക്ഷത്രിയന്റെ പരിചാരകർമ്മം ചെയ്യുന്ന ശൂദ്രനും അവൻ ക്ഷത്രിയ കുലജാതനായിട്ട് ജനിക്കാം, ക്ഷത്രിയൻ ഇരിക്കുന്ന ആള് ശൂദ്രനായിട്ടും ജനിക്കാം. അറ്റാച്ച്മെന്റ് മമതയുണ്ടായാൽ മതി. വാസനാബലം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ജന്മം മാറും. ഇനി വൈശ്യനെ സേവിച്ച് നിൽക്കുന്ന ശൂദ്രനാണെങ്കിലോ അവനും അപ്ഗ്രേഡേഷൻ ഉണ്ടാകും. വൈശ്യനായിട്ട് ജനിക്കാം, വൈശ്യനായിരിക്കുന്ന ആള് ശൂദ്രനായിട്ട് ജനിക്കാം. അപ്പൊ ഈ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ അവർ ക്യാരക്ടർ ആണ് എന്നർത്ഥം. അല്ലാതെ ഇത് ജാതി മതങ്ങളുമായിട്ട് പിന്നീട് അത് ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങനെ ആക്കി തീർത്തതാണെന്നർത്ഥം. അതുകൊണ്ട് ജാതി മതങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല. മനുഷ്യൻ എന്നൊരൊറ്റ ജാതിയെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യനുണ്ടാക്കിയ ഭഗവാൻ കർമ്മയോത്തി പറഞ്ഞത് ഓർത്തിരിക്കുക. മതം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു അല്ലേ? മേ മതമിതം നിത്യം മനു തിഷ്ടന്തി മാനവ എന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായം എന്നേ പറഞ്ഞുള്ളൂ മതം എന്ന് പറഞ്ഞാൽ. ഇതിനെ തന്നെ വ്യാഖ്യാനിച്ച് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. കുറേ പേര് അതിൻ്റെ പിന്നാലെ പോയി. അതുകൊണ്ട് മതവും ജാതിയും ഒക്കെ ഉണ്ടായത് അതിൻ്റെ പിന്നിലാണ്. അല്ലാതെ ഒരിക്കലും ജാതി മതത്തിൻ്റെ സൃഷ്ടാവ് ഈശ്വരനല്ല. അതല്ല. ഈ എന്തൊക്കെ നമ്മൾ കൃത്രിമമായിട്ട് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ അവർക്ക് ദുഃഖത്തെ ഉണ്ടാക്കാനും തമ്മിലടിക്കാനും സ്പർദ്ധയുണ്ടാക്കാനും ഒക്കെ കാരണമായി. ഈശ്വരൻ സൃഷ്ടിച്ചതൊക്കെ ഈ സിസ്റ്റമൊക്കെ ഇന്നും ഉണ്ട് ഇല്ലേ? ഈ ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും വൈശ്യത്വവും ശൂദ്രത്വവും ഇന്നും ലോകത്തുണ്ട്. ഇതുകൊണ്ടാണ് ലോകം പരിപാലിക്കപ്പെടുന്നത്. ഇത് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല, സാധിച്ചിട്ടുമില്ല. എങ്ങനെ അതും ചോദിക്കും അല്ലേ? ഒരു ക്ഷേത്രത്തിലെ പൂജാരി ആയിക്കോട്ടെ, ഒരു പള്ളിയിലെ ഹാജരായിക്കോട്ടെ, ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ വികാരി അച്ഛനായിക്കോട്ടെ, ഇവരൊക്കെ ഈശ്വരനോട് ചേർന്ന് നിന്ന് ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണത്വമാണ് അവിടെ കാണിക്കുന്നത്. വേഷവും ഭാവവും രൂപവും ആ രീതിയൊക്കെ ആചാരാനുഷ്ഠാനങ്ങളുടെ രീതിയൊക്കെ മാറ്റിയാലും ആത്യന്തികമായിട്ട് ഇവരൊക്കെ ഈശ്വരനെ പൂജിക്കുന്നത്. ആ ശാസ്ത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അതാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് ഇല്ല ആയിട്ടുണ്ടോ? ലോകത്ത് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈശ്വരനായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പൊ ബ്രാഹ്മണത്വം പൂർണ്ണമായിട്ട് ഇല്ലാതെയായോ? ഈശ്വരന്റെ സൃഷ്ടിയെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്താ? ധർമ്മത്തിന്റെ രക്ഷ. അത് ഈ കോടതിയും പോലീസും പട്ടാളവും ഒക്കെ ലോകത്ത് എന്തിനാ? ധർമ്മപരിപാലനത്തിന് വേണ്ടിയിട്ടാ അല്ലേ? അതും ലോകത്തില്ലാതെയായോ? ക്ഷത്രിയൻ എന്ന് പറയുന്ന ആ വേഷം ധരിച്ച് വാളുമെടുത്ത് നടക്കുന്നവൻ മാത്രമാണ് ക്ഷത്രിയൻ എന്ന് ധരിക്കണ്ട. ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് ആരോ അവൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയ കുലധർമ്മമാണ് അവൻ ചെയ്യുന്നത്. അത് ലോകത്തില്ലാതായിട്ടുണ്ടോ? ഇനി കൃഷി പരുഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. നമ്മൾ കൃഷി ചെയ്തില്ല ആന്ധ്രയിലോ മഹാരാഷ്ട്രയിലോ ഇല്ലേ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ഒക്കെ കൃഷി ചെയ്തിട്ട് നമുക്ക് 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് മാർക്കറ്റൈസ് കൊണ്ടുതരുന്നത് ആരാ? നമ്മൾ പശുവിനെ വളർത്തിയില്ലെങ്കിലും പാക്കറ്റ് പാൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പൊ വൈശ്യകർമ്മ ലോകത്തില്ലാതെ ആയിട്ടുണ്ടോ? ഫൈനാൻസ് ബാങ്കിന്റെ രൂപത്തിലും ഫൈനാൻസ് നടത്താനുള്ള അധികാരമൊക്കെ വൈശ്യന്മാർക്കാ. അതും ഇല്ലാതെ ആയിട്ടുണ്ടോ? ഇന്ന് പോസ്റ്റ് ഓഫീസും ചെയ്യുന്നുണ്ട്, ബാങ്കുകാർ ചെയ്യുന്നുണ്ട്, വേൾഡ് ബാങ്ക് തന്നെയുണ്ട് അല്ലേ? അപ്പൊ ഈശ്വരൻ തുടങ്ങി വെച്ചത് ഒന്നും ഇല്ലാതാക്കിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരും പൊതുവെ എൻ്റെ മാർഗത്തിലെ അനുസരിക്കുന്ന പറഞ്ഞു. അതിന്റെ രൂപവും ഭാവവും പേരും ലേബലും ഒക്കെ മാറ്റിയാലൊന്നും പ്രശ്നമില്ല. സിസ്റ്റം ഒന്ന് തന്നെയാണ്.
അത് ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ അകർത്താവിൻ്റെ ഭാവത്തിൽ നിൽക്കൊണ്ട് ഇതൊക്കെ സിസ്റ്റം നടപ്പാക്കുന്ന ഭഗവാനാണെന്ന് ആർക്കും തോന്നലുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ കേമത്താന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇനി പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം ഇല്ലേ? നമ്മളിന്ന് മലയാളികൾ ആരും സേവനം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ബംഗാളിയോ ഹിന്ദിക്കാരെയോ ആരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ലേ? ബ്രാഹ്മണന്റെ അടുത്തും വിളിച്ചാൽ വരും. പൂജയ്ക്ക് വരെ ഇപ്പൊ ഹിന്ദിക്കാർ വരുന്നുണ്ട് ഇല്ലേ? ഈ സിസ്റ്റം ഇല്ലാതെയായിട്ടല്ലോ. പൈസ കൊടുത്തിട്ടാണെങ്കിൽ കോമ്പിനേഷൻ വന്ന് നിങ്ങളെ സേവനം ചെയ്യുന്നില്ലേ? പരിചാരകർമ്മം ചെയ്യുന്നില്ലേ? കൂലിക്കാരില്ലാതെയായോ? ആ ബ്രാഹ്മണൻ വിളിച്ചാലും പോവും, ക്ഷത്രിയം വിളിച്ചാലും പോവും, വൈശ്യം വിളിച്ചാലും പോവും. കാശ് കൊടുക്കുന്നിടത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർ പരിചാരകർമ്മം തന്നെ ചെയ്യണത്. അതിന് ഫലേച്ഛയോടുകൂടി ചെയ്യാന്നുള്ളത് മനുഷ്യന്റെ കാറ്റഗറിയിലുള്ള രജോ ഗുണമാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അമ്പലത്തിൽ നേദ്യം വെച്ച് പൂജിക്കുന്ന പൂജാരി ഇത്ര കാശ് വേണമെന്ന് പറയില്ലേ? എന്ത് ഡെഡിക്കേഷനാ അത്? എന്ത് കാര്യത്തിനും ഫലേച്ഛയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അത് രജോ ഗുണത്തിന്റെ പ്രഭാവ. അത് തന്ത്രി ചെയ്താലും അതെ, മേശാന്തി ചെയ്താലും അതെ, കീശാന്തി ചെയ്താലും അതെ. അമ്പലവാസികളൊക്കെ എങ്ങനെ ഫലേച്ഛയോട് കൂടിയില്ല കർമ്മം ചെയ്യണം? ആരാ ഡെഡിക്കേറ്റഡ് ഉള്ളത്? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു വ്യക്തിയിൽ തന്നെ ബ്രാഹ്മണത്വം ഉണ്ട്, ക്ഷത്രിയത്വം ഉണ്ട്, വൈശ്യത്വം ഉണ്ട്, ശൂദ്രത്വം ഉണ്ട്. നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾ എന്തായി തീരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിൽ ഭഗവാൻ ഇന്റർഫെയർ ചെയ്യില്ല. അതാണ് അകർത്താവ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിലൂടെ തന്നെയാണ്. എന്നിൽ തന്നെ ബ്രാഹ്മണത്വം ഉണ്ട്, ക്ഷത്രിയത്വം ഉണ്ട്, വൈശ്യത്വം ഉണ്ട്, ശൂദ്രത്വം ഉണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ എൻ്റെ കാര്യങ്ങൾ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യേണ്ടത് ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യും. ഇവിടുത്തെ ധർമ്മരക്ഷ, എന്താ പറയണേ, ആത്മസാക്ഷാത്കാരം, ഈശ്വരന്റെ പ്രസാദിപ്പിക്കുന്ന കർമ്മങ്ങളൊക്കെ ആ ധർമ്മത്തിന് ക്ഷതം വരാതെ പൂജയോ ജപമോ തപോ എന്താ ചെയ്യേണ്ടതെന്നുള്ള അതും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ധർമ്മത്തിന്റെ രക്ഷയാണ്. സധൈര്യം നിർഭയത്വത്തോടുകൂടി ചെയ്യുക. ഇതൊന്നും പിന്തിരിഞ്ഞോടാതിരിക്കുക. ഇതൊക്കെ ക്ഷത്രിയന്റെ ധർമ്മമല്ലേ? നമുക്ക് ആവശ്യമുള്ളതൊക്കെ കരുതി വെക്കുക, ആവശ്യമുള്ളത് ഇല്ലെങ്കിൽ മാർക്കറ്റൈസ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക. ഇതൊക്കെ വൈശ്യന്റെ കർമ്മ. ആർക്കെങ്കിലും എന്തെങ്കിലും സേവനം ചെയ്യാനും ഒരു മടിയില്ല, ഒരു പണിയെടുക്കാൻ മടിയില്ല. ഇതൊക്കെ എങ്ങനെ സഹിച്ച്? ഞാൻ ചെറുപ്പത്തിൽ 7 വർഷം വരെ ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അപ്പൊ ബ്രാഹ്മണന്റെ കർമ്മം, ഇപ്പൊ ഭഗവാൻ സ്വധർമ്മം നിധനം സേക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ ബ്രാഹ്മണനായിട്ട് ജനിച്ചു, ബ്രാഹ്മണന്റെ കർമ്മമല്ലേ ചെയ്യേണ്ടത്, എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഡിഫൻസിൽ പോകേണ്ടി വന്നത്? അത് ക്ഷത്രിയന്റെ ധർമ്മമല്ലേ? അവിടെ ചെന്നിട്ടും ക്ഷത്രിയന്റെ ധർമ്മം മാത്രമാണോ ചെയ്യുക? അവിടെ എല്ലാ ഈ പറയുന്ന 4 കാറ്റഗറിയിലും നമ്മൾ പണിയെടുക്കണം. അമ്പലത്തിലും പോകേണ്ടി വരും, അമ്പലത്തിലെ പണി ചെയ്യേണ്ടി വരും, ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തോക്ക് പിടിക്കേണ്ടി വരും അല്ലേ? കൃഷി വാണിജ്യം, പാചകം, ഇല്ലെങ്കിൽ ഗോക്കളെ നോക്കുക, ഗോക്കളുടെ കാവൽ നിൽക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 4 കാറ്റഗറിയിലും ചെയ്തിട്ടുണ്ട്. ശൂദ്രന്റെ ജോലി എടുത്തിട്ടുണ്ട്, മറ്റുള്ളവരെ സേവിക്കാനും പോയിട്ടുണ്ട്, ശവത്തിന് വരെ കാവൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ 4 കാറ്റഗറിയിലും പ്രവർത്തിച്ചുകൊണ്ട് അതും ഒരു എക്സ്പീരിയൻസ് ആയി. എന്നാ ഭഗവാൻ പറഞ്ഞു സ്വധർമ്മം നിധനം ശ്രേയക എന്ന് പറഞ്ഞു. ഗീതയിൽ അടിവരയിട്ട് പറഞ്ഞു. ഞാൻ കർമ്മയോഗം പറഞ്ഞപ്പോൾ പറഞ്ഞു. പക്ഷേ എനിക്കപ്പോൾ ഒരു സംശയം ഉണ്ടായി. ഞാൻ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് കുറേ കാലമായില്ലേ നടക്കണു. ഇനി ഇവിടെ വന്ന് പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്താലും അതും ഫൈനാൻസിങ്ങും പബ്ലിക് സേവനം എന്ന് പറഞ്ഞാൽ വൈശ്യകർമ്മ. പിന്നെ ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധി പരധർമ്മം ചെയ്യരുതെന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞേക്കണേ. പക്ഷേ എപ്പോഴെങ്കിലും ഉദ്ധവോപദേശത്തിലാണ് അതിലൊരു മാർഗം നമുക്ക് പറയുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വധർമ്മം ചെയ്തിട്ട് വല്ലാതെ പ്രതിസന്ധി ഉണ്ടാകുന്നു, ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നാൽ പരധർമ്മം ചെയ്യാമെന്നും എപ്പോൾ പ്രതിസന്ധി ഘട്ടം മാറുന്നോ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരണം എന്നും പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അത് ശ്രേഷ്ഠമായ ഒരു ഉപദേശമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ ഡിഫൻസിലും പല ജോലിയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധി ഘട്ടമൊക്കെ മാറിയപ്പോൾ ബ്രാഹ്മണന്റെ കർമ്മത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പം ബ്രാഹ്മണന്റെ ധർമ്മം തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ അത്യാവശ്യം ബാക്കിയുള്ളതൊക്കെ ചെയ്യണതിൽ ഒരു മടിയില്ല. കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഏത് പണിയെടുക്കാൻ മടിയില്ലാത്തൊരു, നമ്മൾ ഏത് പണിയെടുക്കുന്നത് നിസ്സംഗഭാവത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞു. എത്കരോഷി എസിരാശി എജ്ജുകോഷി ദദാസി എന്നൊക്കെ ഭഗവാൻ ഗീത എല്ലാ കാര്യത്തിലും ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്.
അതുകൊണ്ട് ഞാൻ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ, ഇപ്പൊ ബ്രാഹ്മണന്റെ കർമ്മ ചെയ്യണേ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്ത് പ്രതിജ്ഞ ചെയ്തിട്ടൊന്നും ഇരിക്കുന്നില്ല. ഏത് ജോലിയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ആരെ ആശ്രയിക്കേണ്ടി വരില്ല. ആ ഒരു കാലത്തും അവന് പരാജയപ്പെടേണ്ടി വരില്ല. അപ്പൊ ഈ 4 വർണ്ണങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചത് പിന്നെ മനുഷ്യൻ തന്നെ ദുർവ്യാഖ്യാനം നടത്തിയിട്ട് ജാതി മതങ്ങളാക്കി മാറ്റിയത് ഭഗവാന്റെ കർത്തൃത്വം കൊണ്ടല്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ എല്ലാ കാറ്റഗറിയിലും ജാതി മതങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടോ, തമ്മിൽ അടിച്ച് പ്രാർത്ഥിക്കാൻ പോലും പള്ളിക്ക് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കുകയും ഒരേ കാറ്റഗറി തന്നെ എത്രയെത്ര ഗ്രൂപ്പുകളാ, എന്നിട്ട് തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക. ഈശ്വരന്റെ സൃഷ്ടിയല്ലാത്ത കൃത്രിമം എന്ത് ചെയ്താലും വേണ്ടില്ല, അതൊക്കെ ഭാവിയിൽ നശിക്കും. ഒക്കെ അസുരി സമ്പത്തിന്റെ അതിക്രമം കൊണ്ടുണ്ടാകുന്ന ജാതിമതങ്ങളായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ, അസുരി സമ്പത്ത് നിങ്ങൾ എങ്ങനെയൊക്കെ പോഷിപ്പിച്ചാലും വേണ്ടില്ല, അത് ശാശ്വതമല്ല, അത് നശിക്കുന്നതായിരിക്കും. അത് പ്രകൃതി വിരുദ്ധമായിട്ട് കൃത്രിമമായിട്ടുണ്ടായാലോ യാതൊരു സംശയമില്ല, നശിക്കുന്ന ഉറപ്പാ. ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കും. ചിലപ്പം നമ്മൾ തന്നെ നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഈ 4 വർണ്ണങ്ങൾ ഉണ്ടായത് എങ്ങനെയാ? നമ്മുടെ സ്വഭാവം അനുസരിച്ച്. ആ സ്വഭാവം എങ്ങനെയാ ക്രിയേറ്റ് ചെയ്ത്? സത്വ രജ തമസ് എന്നീ ഗുണങ്ങളുടെയും കർമ്മങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള കർമ്മവാസനാബലവും അതിനെയാണ് വിഭാഗം അനുസരിച്ചുകൊണ്ട് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്രൻ എന്ന 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ കർത്താവാണ് ഞാനെങ്കിലും നാശരഹിതമായ എന്നെ യഥാർത്ഥത്തിൽ അകർത്താവ് എന്നറിഞ്ഞാലും. അപ്പോ ഇത് ജാതി മതങ്ങളാക്കി മാറ്റിയിട്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നതിലും ഭഗവാന് യാതൊരു പങ്കുമില്ല. കാരണം ഭഗവാൻ നാശരഹിതനാണ്. എന്നാൽ നശിക്കാതിരിക്കാനും അവർക്ക് ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസനാബലം അനുസരിച്ചുകൊണ്ട് ഭഗവാൻ 4 വർണ്ണങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറൈസൈസ് ചെയ്തേക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ ഏത് വർണ്ണത്തിലാ പെടുന്നതെന്ന് സ്വയം നമ്മുടെ സ്വഭാവം കൊണ്ടും കർമ്മവാസന കൊണ്ടും നമ്മുടെ പ്രൊവിഷൻ കൊണ്ടും നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്വധർമ്മം അനുസരിച്ചുകൊണ്ട്, ഞാൻ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രൊവിഷൻ അനുസരിച്ചുള്ള കർമ്മം ചെയ്താൽ സിദ്ധി എളുപ്പമാണെന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. അതാണ് മനുഷ്യലോകത്തില് കർമ്മഫലത്തിന്റെ സിദ്ധി എളുപ്പമാണ്. കാംക്ഷന്ത കർമ്മണാം സിദ്ധി യചന്ത ഇഹദേവതാം ക്ഷിപ്രം ഹി മാനുഷ്യ ലോകേ സിദ്ധിർഭവതി കർമ്മജ. അപ്പൊ നമ്മൾ ഏത് വർണ്ണത്തിലാണോ ആ വർണ്ണത്തിൽ അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ കർമ്മം അനുഷ്ഠിച്ചാൽ, അത് അനുസരിച്ചാൽ അത് സിദ്ധി നേടാൻ എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സിദ്ധി എന്താ? 8 വിധ സിദ്ധിയുണ്ട്. അതിൽ ഏറ്റവും വലിയ സിദ്ധിയാണ് ജ്ഞാനം. ശ്രേയസ് ഉണ്ടാകുന്നെങ്കിൽ ജ്ഞാനം ലഭിക്കുക. അപ്പം ഈ 4 കാറ്റഗറിയിലും പ്രവർത്തിച്ചോളൂ. എന്നിട്ട് അതിൽ നിന്ന് ഏതാണ് ശ്രേഷ്ഠമായതെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. എല്ലാത്തിലും സിദ്ധി നേടിക്കോളൂ. 4 കാറ്റഗറിയിലും പ്രവർത്തിച്ചിട്ട് അതിൽ സിദ്ധിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ വ്യക്തിയിലും സ്ത്രീയോ പുരുഷനോ ഒന്നും അല്ല പ്രശ്നം. മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടോ, അവനിൽ അന്തർലീനമായിട്ട് ബ്രാഹ്മണത്വമുണ്ട്, അവനിൽ ക്ഷത്രിയത്വമുണ്ട്, വൈശ്യത്വമുണ്ട്, ശൂദ്രത്വമുണ്ട്. എന്താ അതിന് ഉറപ്പ് വരാൻ? നമ്മൾ ഈ സത്വരജ തമോ ഗുണങ്ങളുണ്ടല്ലോ, അത് പ്രകൃതിയുടെ ഗുണങ്ങളാണ്. ഇതിൽ നിന്ന് ആരും മുക്തരല്ല. ഒരു നിരീശ്വരവാദിക്ക് പോലും, ഒരു സൂര്യന് പോലും, സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങൾക്കും സസ്യലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും മനുഷ്യർക്കും സത്വഗുണ രജ തമോ ഗുണം ഇല്ലാതെ അവരുടെ സ്വഭാവം ക്രിയേറ്റ് ആകുന്ന പ്രശ്നമില്ല. അതാണ് സർവ പ്രകൃതി ജൈഗുണ എന്ന് ഭഗവാൻ പറഞ്ഞത്. സൃഷ്ടിയുടെ വ്യവഹാരം പോലും അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ഗുണാതീത ഭാവത്തിൽ നിൽക്കുന്നതാണ്. അത് ചലനാത്മകമാകുമ്പം അത് അവസ്ഥാത്രയത്തിലൂടെയാണ് നീങ്ങുക. അത് സത്വരജ തമോ ഗുണങ്ങളിലൂടെയാണ് അവസ്ഥാത്രയം സംഭവിക്കുക. ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. സൃഷ്ടിക്കപ്പെടുന്ന സത്വഗുണത്തില് രജോ ഗുണത്തിൽ പരിപാലിക്കപ്പെടും, തമോ ഗുണത്തിൽ അത് ലയിക്കും. എന്നിൽ നിന്നൊരു വാക്ക് സൃഷ്ടിക്കപ്പെടുന്നത് സത്വഗുണത്തിന്റെ പ്രഭാവം കൊണ്ട്, അത് രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ട് എൻ്റെ വൈഖരീഭാവത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നു. എത്തിയാലും അവിടെ അവസാനിക്കുന്നില്ല, അത് പ്രകൃതിയിലേക്ക് ലയിക്കും.
അപ്പൊ വാക്കുകൾ പോലും അവസ്ഥാത്രയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് അവസ്ഥാത്രയുണ്ട്, നമ്മുടെ ശരീരത്തിന് അവസ്ഥാത്രയുണ്ട്. നമ്മൾ ഒരു ദിവസത്തിൽ എഴുന്നേൽക്കുന്ന സത്വഗുണത്താൽ, ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന രജോ ഗുണത്താൽ, നമ്മൾ ഉറങ്ങുന്നത് വിശ്രമിക്കുന്നത് തമോ ഗുണത്താൽ, നാം ജനിക്കുന്നത് സത്വഗുണത്താൽ, നമ്മൾ വളർന്ന് വലുതാകുന്ന രജോ ഗുണത്താൽ, നാം മരിക്കുന്നത് തമോ ഗുണത്താൽ, സൂര്യൻ ഉദിക്കുന്നത് സത്വഗുണത്താൽ, ഉദിച്ചുയരുന്ന രജോ ഗുണത്താൽ, അത് അസ്തമിക്കുന്നത് തമോ ഗുണത്താൽ, ഒരു പൂ വിടരുന്നത് സത്വഗുണത്താൽ, അത് വിടർന്ന് വലുതാകുന്നത്, വിടർന്ന് വികസിക്കുന്നത് രജോ ഗുണത്താൽ, അത് വാടിത്തളരുന്നത് തമോ ഗുണത്താൽ. ഇത് കൂടുതൽ എങ്ങനെ ക്ലാരിഫൈ ചെയ്യുക? അപ്പൊ ഈ 3 ഗുണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വാസനാബലം ഉണ്ടാകുക. ആ വാസനാബലം അനുസരിച്ചു കൊണ്ട് നമ്മൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ എന്ന് ഇപ്പോൾ തന്നെ അനലൈസ് കണ്ടുപിടിച്ചുകൊണ്ട്, ബ്രാഹ്മണനാകണം, ബ്രഹ്മജ്ഞാനിയാകണം. ഭഗവാൻ ബ്രാഹ്മണപ്രിയനാണ്, ബ്രഹ്മജ്ഞാനികളെയാണ് പ്രിയം എന്ന് പറഞ്ഞത്. വെറുതെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് പൂണൂലിട്ടത് കൊണ്ടൊന്നും ബ്രാഹ്മണനാകില്ല. കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകണം, കർമ്മജ്ഞാനം കൊണ്ട്, ജ്ഞാനകർമ്മത്തിലൂടെ ബ്രാഹ്മണനാകണം, ബ്രഹ്മജ്ഞാനിയാകണം. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനമാണ്. അതാണ് ശ്രേഷ്ഠമായ ജ്ഞാനം. ശാസ്ത്രങ്ങൾ പഠിച്ചാലും ആ ശാസ്ത്രത്തെ അനുസരിച്ചിട്ട് അതിൽ നിന്നൊരു ശ്രേഷ്ഠമായ ജ്ഞാനം വരും. ആ ജ്ഞാനകർമ്മം കൊണ്ടേ അവന് സന്യാസിയാകാനും സാധിക്കുന്ന കാര്യമാണ് പറയുന്നത് ഭഗവാൻ. എൻ്റെ മാർഗം മനുഷ്യൻ പൊതുവെ അനുസരിക്കും, സിദ്ധി എളുപ്പമാണെന്ന് പറഞ്ഞാൽ ജ്ഞാനകർമ്മം, ജ്ഞാനത്തോടുകൂടി കർമ്മയോഗം അനുഷ്ഠിക്കണം. പിന്നെ കർമ്മങ്ങളൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ ആണ് അവൻ സന്യാസം, ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് വർണ്ണത്തിലാണ് നമ്മുടെ കാറ്റഗറി എന്ന് നോക്കിയുള്ള 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈശ്വരൻ. അതിൽ ഭഗവാൻ ഇൻ്റർഫിയർ ചെയ്യില്ല. കർത്തൃത്വം ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം, അതുകൊണ്ട് നിങ്ങൾ ഇന്ന കാറ്റഗറിയിൽ പേര് വെട്ടിയിട്ട് മറ്റേലാക്കുന്ന സ്വഭാവമൊന്നും ഭഗവാൻ ഇടയ്ക്ക് ചെയ്യില്ല. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നിങ്ങളെ കാറ്റഗറി ചേഞ്ച് ചെയ്യോ, എവിടെ വേണമെങ്കിലും ബ്രാഹ്മണനാകോ ശൂദ്രനാകോ ക്ഷേത്രയാകോ സ്ത്രീയാകോ പുരുഷനാകോ, ഈ ജന്മത്തിലെ കർമ്മം അനുസരിച്ചുകൊണ്ട് അടുത്ത ജന്മത്തിൽ ശരീരം കിട്ടും. ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലാണ്. ഉറപ്പിച്ചോളാം, നമ്മളുടെ ഈ 4 ഗുണങ്ങളുടെ പ്രഭാവമുണ്ട്. സത്വരജ തമോ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്രാഹ്മണത്വമുണ്ട്, ക്ഷത്രിയത്വമുണ്ട്, വൈശ്യത്വമുണ്ട്, ശൂദ്രത്വമുണ്ട്. അപ്പം അതുകൊണ്ട് നമാം കർമാണി ലിംബന്തി നമ്മേ കർമ്മ ഫലേസ്പൃതഃ ഇതി മാം യോ അഭിജാനാദി കർമ്മവർനാസബദ്ധ്യതേ. കർമാണി മാം ലിംബന്തി, കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല. മേ കർമ്മ ഫലേസ്പൃതഃ, എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. ഇതി മാം യ അഭിജാനാദി, ഇങ്ങനെ എന്നെ ആരറിയുന്നുവോ, സാ കർമ്മഭി ന ബധ്യത, അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഇവിടെ ഈശ്വരൻ ഇതൊക്കെ ഈ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് നിഷ്ക്രിയത്വമാണ്, നിഷ്ക്രിയത്വ ഭാവത്തിലാണ് ഇരിക്കുന്നത്. എന്താ കാരണം? ഭഗവാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഒരു ഭാവമല്ല. നിർഗുണ പരബ്രഹ്മമായിട്ട് ഒരു വിഗ്രഹ രൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുക. പ്രകൃതിയിൽ വേണ്ട 10 വിധ സൃഷ്ടി നടത്തിയിട്ടുണ്ട്. അതിന് ചലനാത്മകമായി പ്രവർത്തിക്കേണ്ടുന്നതായിരിക്കുന്ന പ്രേരണ നൽകുന്ന ആ പ്രകൃതിയുടെ ഗുണങ്ങളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവസ്ഥാത്രയത്തിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ട് പ്രോസസ്സ് നടന്നോളും. അപ്പോൾ ഇതിലൊന്നും ഭഗവാൻ സ്പർശിക്കുന്നേ ഇല്ല. നമ്മൾ ഏത് കർമ്മം ചെയ്താലും ഒരു കർമ്മങ്ങളിലും ഭഗവാന് കർമ്മത്തിൽ എന്നെ, നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ബ്രാഹ്മണന്റെ കർമ്മം ചെയ്താലും വേണ്ടില്ല, ക്ഷത്രിയന്റെ കർമ്മം ചെയ്താലും വേണ്ടില്ല, വൈശ്യന്റെ കർമ്മം ചെയ്താലും വേണ്ടില്ല, ശൂദ്രന്റെ കർമ്മം ചെയ്താലും, നിങ്ങൾ ചെയ്യുന്ന 6 ഈ ലോകത്തെ എത്രയൊക്കെ കർമ്മങ്ങൾ ഏതൊക്കെ തരത്തിൽ ചെയ്താലും വേണ്ടില്ല, ആ കർമ്മങ്ങളൊന്നും ഭഗവാനെ സ്പർശിക്കുകയില്ല. അതിൽ നിന്നുള്ള ഫലത്തിലും ഭഗവാൻ ഇച്ഛയൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുത്തോ കൊടുത്തില്ലയോ ഇതൊന്നും ഭഗവാന് പ്രശ്നമില്ല. സ്വർണ്ണക്കിരീടം കൊണ്ടുവച്ചാലും തുളസിപ്പൂ കൊണ്ടുവച്ചാലും ഭഗവാൻ ഇതിലൊന്നും ടച്ച് ചെയ്യുക വരെ ഇല്ല. അതാണ് കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹമേ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇങ്ങനെ ഈ സത്യത്തെ ആരറിയുന്നുവോ അവൻ ഒരു കർമ്മങ്ങളിലും ബന്ധിക്കപ്പെടില്ല.
കർമ്മബന്ധനങ്ങളാണല്ലോ നമ്മളെ വീണ്ടും വീണ്ടും ജനിക്കാനിട വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല എന്ന് ഭഗവാൻ സ്പഷ്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും, അത് ബ്രാഹ്മണൻ ചെയ്താലും വേണ്ടില്ല, ക്ഷത്രിയൻ ചെയ്താലും വേണ്ടില്ല, വൈശ്യൻ ചെയ്താലും, അവരവരുടെ കർമ്മവാസന എന്ത് ചെയ്താലും വേണ്ടില്ല, ആ കർമ്മങ്ങളൊന്നും ഈശ്വരനെ സ്പർശിക്കുന്നില്ല. നമ്മളിനി ഒരു പൂജ ചെയ്താൽ പോലും, നമുക്ക് ഇഷ്ടമുള്ള വസ്തു കൊണ്ടുപോയി നേദിക്കാൻ കൊണ്ടുവച്ചാലും ഭഗവാൻ അത് എടുക്കുന്നില്ലല്ലോ. കൊട്ടകൾ നിറച്ച് പാൽപ്പായസം ഉണ്ടാക്കി വെച്ചാൽ ഗുരുവായൂരപ്പൻ കഴിക്കാറുണ്ടോ? ഒന്ന് തൊട്ട് നോക്ക വരെയില്ല, സ്പർശിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഈ കർമ്മഫലത്തിൽ ഒരിക്കലും ഇന്നത് കിട്ടണമെന്നുള്ള ആഗ്രഹമേ ഇല്ല. എന്നെ പൂജിക്കുന്നവരെ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് ഭഗവാന് യാതൊരു വിധത്തിലും ആഗ്രഹവും ഇല്ല. ഇങ്ങനെ ഈ സത്യത്തെ ആരറിയുന്നുവോ അവൻ കർമ്മങ്ങളാൽ ഒരിക്കലും ബന്ധിക്കപ്പെടുകയില്ല. ഭഗവാൻ ചെയ്യും പോലെ കർത്തൃത്വ അഭിമാനവും ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനം കർമ്മഫലത്തിൽ ആസക്തിയും കൂടാതെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കർമ്മബന്ധനങ്ങളാവില്ലെന്ന ഭാവം ഉണ്ടാകും. അതായത് കർത്തൃത്വ അഭിമാനം ഇല്ലാതെ പ്രവർത്തിച്ചാൽ മാത്രമേ, ഞാൻ എന്ന ഭാവം ഇല്ലാതെ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന ഭാവം ഇല്ലാതെ നമ്മൾ ഭഗവാന് സമർപ്പണമായിട്ട് നമ്മൾ കേവലം നിമിത്തമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ കർമ്മശുദ്ധി വരികയുള്ളൂ. അത് പ്രത്യക്ഷമായിട്ടോ പുണ്യം ഉണ്ടാകണമെന്നോ ഫലം ഉണ്ടാകണമെന്നോ ഒന്നും ചിന്തിക്കാൻ, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ യാതൊരു വിധവും ആഗ്രഹം ഇല്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭജിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളിലേക്കൊക്കെ എല്ലാത്തിലും ഈ ഫലേച്ഛയില്ലാതെ കർമ്മം വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം മനുഷ്യൻ എന്ത് ചെയ്താലും അതിലെന്ത് കിട്ടുമെന്ന് ആലോചിക്കണം. ഇപ്പൊ ഗീത തന്നെ പഠിക്കാനിരുന്നാൽ ഇത് പഠിച്ചിട്ട് എന്താ കിട്ടുക എന്ന് ആലോചിക്കും അല്ലേ? ഇതിപ്പൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? എന്തോന്നിയാ ഫലേച്ഛയായി. നിത്യനൈമിത്യ കർമ്മം ജപവും ക്ഷേത്രദർശനമൊക്കെ നടത്തിയാലേ അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രയോജനം എന്ന് ചിന്തിക്കുന്നത് പോലും ഫലേച്ഛയാ. അപ്പൊ ഫലേച്ഛയില്ലാതെയും കർത്തൃത്വ അഭിമാനമില്ലാതെ ഈശ്വര കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യാന്ന് ഞാൻ പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ ശമ്പളം ഇല്ലാതെ പണിയെടുക്കാൻ പറ്റില്ല, വയറ്റിപ്പഴി 100 കൂട്ടം നിങ്ങൾ ന്യായീകരണം പറയും അല്ലേ? എങ്ങനെ അത് സാധിക്കാന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ലേലും 10-20 മിനിറ്റിന് നാമം ജപിക്കുകയോ ഇല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിലും ഡെഡിക്കേറ്റഡ് ആകട്ടെ. എന്തെങ്കിലും പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് ഒരു ഫലവും ഭഗവാനോട് ചോദിച്ചേക്കരുത്. നാ കാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈവ ജീവിതനെ വാന്ന് ആ വിഷാദ രോഗത്തിലിരുന്ന അർജുനൻ പോലും പറഞ്ഞത് അതല്ലേ? ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഒരു സാധനം ചോദിച്ചേക്കരുത് ഇനി മേലാൽ. ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ചോദിച്ചു മേടിക്കേണ്ടത് അതും കൊണ്ട് നിങ്ങളെ ദുഃഖിപ്പിക്കും. ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ലീല. ഉം 10 ചോദിച്ചാൽ 10 തരും. ഗുരുവായൂരപ്പൻ ഭയങ്കര കാരുണ്യവാനാ, നിങ്ങളെ അതിലേക്ക് ആകർഷിക്കും. എൻ്റെ വലയത്തിൽ നിന്നും വിടരുത്. ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയിട്ട് വന്നയാൾ വീണ്ടും വീണ്ടും പോകും. എന്നിട്ട് ഓരോന്ന് ചോദിക്കും. 10 ചോദിച്ചാൽ 10 തരും, 25 ചോദിച്ചാൽ 25 തരും, 50 ചോദിച്ചാൽ 50 തരും, 100 ചോദിച്ചാൽ 100 തരും. 100 തന്നു കഴിയുമ്പം 75 കള്ളനെ വിട്ടടുപ്പിച്ച് കളയും. എന്നിട്ട് നിങ്ങൾ തലയ്ക്ക് കൈവച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്നിട്ട് പറയും, ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ പോയി എന്ന് അല്ലേ? പിന്നെ ചിലർക്ക് ദേഷ്യം വന്നിട്ട് പിന്നെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവില്ല കുറച്ച് ദിവസം. അത് കഴിയുമ്പോൾ പിന്നെ ഈ ആകർഷണത്തുള്ളത് വീണ്ടും പോകും. ഈ ദൈവാധീനം ഒരു പ്രാവശ്യം തലയ്ക്ക് പിടിച്ചാലേ പിന്നെ അത് ഇറങ്ങിപ്പോവാൻ കുറച്ച് വിഷമമാണ്. അപ്പൊ കുറെ കാലത്തേക്ക് മറന്നുപോയാലും വേണ്ട, പിന്നെയും പോകും, പിന്നെയും ചോദിക്കും, പിന്നെയും വാങ്ങും. ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും, ഇത് തരുന്നതും തിരിച്ചെടുക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് ബോധ്യം വന്നാൽ രക്ഷപ്പെട്ടു. അതാണ് ഭഗവാന് കർമ്മഫലത്തിൽ ഇച്ഛയില്ല, എന്നെ സ്പർശിക്കില്ല, എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. നമ്മളല്ലേ ഭഗവാൻ ഓഫർ കൊടുത്തിട്ട് ഓരോന്ന് ചോദിക്കണേ. ഭഗവാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് ഇന്നത് തന്നാലേ ഞാൻ നിങ്ങൾക്ക് ഇന്ന രീതിയിൽ അനുഗ്രഹിക്കുള്ളൂ എന്ന് പറഞ്ഞ്? നിങ്ങൾ ഏതേത് ഭാവത്തിൽ ഭജിക്കുന്നോ അതാത് ഭാവത്തെ അനുഗ്രഹിക്കുന്നു പറഞ്ഞല്ലോ. നമുക്ക് ഇങ്ങനെ ഭഗവാൻ ചില സത്യങ്ങളൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും. അതാ കുഴപ്പം. ഈ ഭൗതികതയിലേക്ക് കടന്നാൽ, ഈ ദൃശ്യപ്രപഞ്ചത്തിലെ ഭൗതിക ഇന്ദ്രിയ ഭോഗ സുഖങ്ങളിലെ ആ വിഷയങ്ങളിൽ രമിച്ചാൽ
ഭഗവാൻ പറഞ്ഞതെന്നല്ല, നമുക്ക് ബോധ്യം ഉണ്ടായിരുന്ന കാര്യം പോലും മറക്കും. എന്നിട്ട് അത് സാധിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം അധർമ്മം ചെയ്യുകയും കൂടെ ചെയ്യും. അതാണ് കാമേഷ ക്രോധേഷ രജോ ഗുണ സമുത്ഭവ. എന്നിട്ട് അധർമ്മം ചെയ്യാനിട വരും ചിലപ്പോൾ, അല്ലേ? അപ്പം അതുകൊണ്ട് ഭഗവാൻ ചെയ്യും പോലെ കർത്തൃത്വ അഭിമാനവും, അതായത് ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനം, കർത്തൃത്വ അഭിമാനം, ഫലത്തിൽ ആസക്തിയും കൂടാതെ വേണം ഏത് കർമ്മം ചെയ്യുന്നതും. അങ്ങനെയാണെങ്കിൽ അത് കർമ്മബന്ധന ആകില്ല. ഒന്ന്, ഞാൻ എന്ന ഭാവം, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കർത്തൃത്വ അഭിമാനം പാടില്ല. പിന്നെ ഫലാസക്തി പാടില്ല. കർമ്മഫലത്തിൽ ആസക്തി പാടില്ല. ഫലേച്ഛ ഇല്ലാതെ ചെയ്യാൻ പറഞ്ഞല്ലോ, 2-ാം അധ്യായത്തിൽ പറഞ്ഞത് ഓർത്തിരുന്നോണം. കർമ്മണ്യേ വാ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭും മാതേ സങ്കോസ്ത കർമ്മണി. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രപതി തൊട്ട് ചെരുപ്പൂത്തിക്ക് വരെ ഉപയോഗിക്കുന്ന കർമ്മതത്വം അത്. ഏത് കർമ്മം ചെയ്യുന്നതിനുള്ള അധികാരവും ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം. അത് ഈശ്വര സമർപ്പണമായിക്കൊണ്ട് ചെയ്യണം. ഫലേച്ഛ ഇല്ലാതെ ചെയ്യണം. ഒരു കാരണവും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. ഈ 4 കാര്യങ്ങളെ ഒരൊറ്റ ശ്ലോകത്തിൽ ഭഗവാൻ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞു. അതിവിടെ ഫോളോ ചെയ്താൽ മതി. നിങ്ങളെ ഒരിക്കലും കർമ്മബന്ധനം ഉണ്ടാക്കില്ല. കർമ്മബന്ധനം ഉണ്ടായോ വീണ്ടും ജനിക്കേണ്ടി വരും. കർമ്മബന്ധനം ഇല്ലാതെയാക്കിയാലോ കർമ്മശുദ്ധി, കർമ്മത്തിലൂടെ അല്ലാതെ കർമ്മശുദ്ധി വരുത്താനും പറ്റില്ല. നമ്മൾ ഈ ബാക്കി വെച്ചേക്കണൊക്കെ പൂർത്തിയാക്കണ്ടേ? നിങ്ങൾ അടുക്കളയിൽ പോകുമ്പോഴേ തലേ ദിവസം കഴിച്ച ഭക്ഷണമൊക്കെ, ചായ ഉണ്ടാക്കുന്ന പാത്രവും കഴിക്കണ പാത്രവും ഒക്കെ ആ വാഷ് ബേസിനിൽ കൊണ്ടുപോയി കുന്നുകൂട്ടിയിട്ടിരുന്നിട്ട് കിടന്നുറങ്ങിയാലേ രാവിലെ ചായ വെക്കണമെങ്കിൽ ഈ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കാതെ നിങ്ങൾക്ക് ചായ വെക്കാനോ ഭക്ഷണം വെക്കാനോ പറ്റുമോ? അതൊക്കെ ശുദ്ധിയാക്കി എടുക്കണം. നമ്മൾ ബാക്കി വെച്ചിട്ട് കിടന്നിട്ടല്ലേ, തലേ ദിവസം തന്നെയൊക്കെ ബാക്കി വെച്ചിട്ട് ബാക്കി വെക്കാതെ പണിയൊക്കെ തീർത്തിട്ട് കിടന്നിരുന്നെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ആ ചെയ്യേണ്ട കർമ്മം മാത്രം നേരിട്ട് ചെയ്യാമായിരുന്നല്ലോ, ചായ ഉണ്ടാക്കി കുടിക്കാമായിരുന്നല്ലോ, ഇല്ലേ? എന്ത് ബാക്കി വെച്ചാലും അതിന്റെ ബാക്കി ചെയ്യേണ്ടി വരും. ബാക്കി വെക്കാതെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ ഞാൻ ചെയ്യുന്നു, ഇതൊക്കെ രാത്രിയിൽ കിടക്കാനോ, ഇത്രയും നേരമായി, ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി വെച്ചോണ്ട് വേണ്ടി. രാവിലെ നിങ്ങൾ വന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കാനും ഞാൻ തന്നെ വേണ്ടി വരും. അപ്പം ചായ ഉണ്ടാക്കണമെങ്കിൽ എന്താ പാത്രമൊക്കെ കഴുകിയെടുക്കാതെ ചായ വെക്കാൻ പറ്റുമോ? നിസ്സാര കാര്യങ്ങളിൽ പോലും ഈ കർത്തൃത്വ അഭിമാനം, ഞാൻ ഉള്ള ഭാവം ഉണ്ടല്ലോ, എൻ്റെ എന്നുള്ള ആ ഭാവം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇടത്തും വലത്തും ഓരോ കുറ്റി അടിച്ചു വെച്ചേക്കാം, ഞാനെന്നും എൻ്റെ എന്നും പറഞ്ഞിട്ട്. അത് ഇളക്കാലേ കർമ്മബന്ധനം ഉണ്ടാവുള്ളൂ. കർമ്മബന്ധനത്തിൽ നിന്ന് നമുക്ക് മുക്തിയാകണമെങ്കിൽ ഞാനും എൻ്റെയും ഇല്ലാതെയാകണം. ഈ ശരീരം പോലും എൻ്റേതല്ല, നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണ്. അപ്പൊ ഞാൻ എന്ന അഹംബോധം നമ്മിലുള്ള ഈശ്വരത്വമാണ്. അതാണ് നമ്മളെ കർമ്മത്തിന് പോലും പ്രേരിപ്പിക്കുന്നത്. ഈശ്വരന് പോലും ആ കർമ്മത്തിന്റെ അഭിമാനമോ ഇല്ലെങ്കിൽ അത് സ്പർശിക്കാതെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തു, ഭഗവാനെ സ്പർശിക്കുന്നില്ലല്ലോ, അതൊന്നും ഭഗവാനൊന്നും ആഗ്രഹവും ഇല്ല. അതേ ഭാവത്തിലേക്ക് നമ്മളോടാകാനാ പറയണേ. ദേവാൻ ഭാവയതാനേനതേ ദേവാ ഭാവയന്തുവാഹ. എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ഒന്നും ഭാവന മാറ്റിയാൽ മതി, കർമ്മത്തിൽ ശുദ്ധി വരാൻ വേറൊന്നും വേണ്ട. ഞാൻ ചെയ്യുന്നുള്ള ഭാവം ഇല്ലാതെ ചെയ്താൽ മതി. ഏത് കർമ്മം ചെയ്താലും എനിക്ക് ഇന്നത് കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലാതെ ചെയ്താൽ മതി. ആസക്തി ഇല്ലാതെ, ഫലത്തിൽ ആസക്തി ഇല്ലാതായാൽ മതി. ആ കർമ്മത്തിൽ ശുദ്ധി വരാൻ വേറൊന്നും വേണ്ട. അത് അടുക്കളയിൽ പോയി പണിയെടുത്താലും, അടിച്ചു വാരിയാലും വേണ്ടില്ല, ഇറച്ചി വെട്ടാൻ പോയാലും വേണ്ടില്ല, ഓഫീസിൽ പണിയെടുത്താലും വേണ്ടില്ല, ഏത് പണിയെടുത്താലും വേണ്ടില്ല, ഞാനാണ് കേമൻ എന്നുള്ളത് കാണിക്കണ്ട. ഇതൊക്കെ എൻ്റെ ആണെന്നും തോന്നണ്ട. അതിൽ നിന്ന് കിട്ടുന്ന ഫലം അനുഭവിച്ചോളൂ. പക്ഷെ ആ ഫലത്തിൽ ആസക്തി വെക്കരുത്. അത്യാഗ്രഹം എത്ര കിട്ടിയാലും പോരാം, എനിക്ക് അവകാശം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്യാൻ പോകുമല്ലോ. എന്നിട്ട് അവകാശമൊക്കെ അവിടെ പോയി. നമുക്ക് ഒരു കാര്യത്തിലും അവകാശം പറയാനൊന്നുമില്ല. നമ്മുടേതായിട്ട് ഒന്നുമില്ല ഇവിടെ. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉപേക്ഷിക്കുക? നമ്മുടേതായിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഈ ശരീരം ഗുരുവായൂരപ്പൻ്റെ, അതിലുള്ള ജീവനും ഗുരുവായൂരപ്പൻ്റെ. നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ സൃഷ്ടിയിലുള്ളതാ. എൻ്റെ എന്ന് പറയാൻ എന്താ ഉള്ളത്?
എൻ്റേതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ ഉപേക്ഷിക്കും? അപ്പോൾ ഉള്ളതൊക്കെ അനുഭവിച്ചോളൂ. അതിലൊന്നും അറ്റാച്ച്മെന്റും മമതയും വയ്ക്കാതിരുന്നാൽ കർമ്മബന്ധനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരവി മുമുക്ഷവി കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം. ഏവം ജ്ഞാത്വ ഇപ്രകാരം അറിഞ്ഞിട്ട്, പൂർവൈ മുമുക്ഷുപി പണ്ടത്തെ മോക്ഷേച്ചുക്കളാലും കർമ്മം കൃതം കർമ്മം ചെയ്യപ്പെട്ടു, തസ്മാൽ പൂർവൈ അതിനാൽ പൂർവികന്മാരാൽ പണ്ടേ പണ്ടേ പൂർവതരം കൃതം ചെയ്ത പ്രകാരം തന്നെ ത്വം കർമ്മ ഏവ കുരു നീ കർമ്മം ചെയ്താലും. ഇപ്രകാരം കർമ്മത്തിന്റെ തത്വത്തെ അറിഞ്ഞിട്ട് പണ്ടത്തെ മുമുക്ഷുക്കളും കർമ്മം ചെയ്തു. അതിനാൽ പൂർവികന്മാർ പണ്ടേക്ക് പണ്ടേ ചെയ്ത പ്രകാരം തന്നെ നീയും കർമ്മം ചെയ്താലും എന്നാണ് ഭഗവാൻ പറയുന്നത്. കർത്തൃത്വ അഭിമാനമോ ഫലാസക്തിയോ കൂടാതെയുള്ള പണ്ടത്തെ മോക്ഷേച്ഛകൾ കർമ്മം ചെയ്ത് ശുദ്ധി നേടി അവർ മോക്ഷപ്രാപ്തിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പൂർവികന്മാർ പണ്ടേക്ക് പണ്ടേ ചെയ്ത അതേ രീതിയിൽ തന്നെ നീയും കർമ്മം ചെയ്താലും. ഇത് കർമ്മയോഗത്തിൽ ഒന്ന് പറഞ്ഞു, യദ്യദാദരശേഷ ദേവതാരോചനാഘാസയൽ പ്രമാണം കുറുതേ ലോകസ്ഥേതു അനുവർത്തതേ എന്ന് ഭഗവാൻ കർമ്മയോഗത്തിലും പറഞ്ഞു. ഇവിടെ ജ്ഞാനകർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടുകൂടി ആണ് ഇവിടെ ഈ കർമ്മതത്വം പറയുന്നത്. അപ്പൊ കർത്തൃത്വാഭിമാനവും ഫലത്തിൽ ആസക്തിയും ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ മുമുക്ഷുക്കൾ പണ്ടേക്ക് പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇല്ലാതെ ഒന്നുമില്ല, എണ്ണത്തെ കുറവാണെങ്കിൽ ഇപ്പോഴും ഉണ്ട്. ഫലേച്ച ഇല്ലാതെയൊക്കെ കർമ്മം ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവോട്ടീസൊക്കെ ഉണ്ട്. സജ്ജനങ്ങൾ ഇല്ലാതെ ആയിട്ടൊന്നുമില്ല. കാരണം സജ്ജനങ്ങളാലാണ് കുറച്ച് ധർമ്മവ്യവസ്ഥിതി പാലിക്കപ്പെടുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് നിരീശ്വരവാദി പോലും ജീവിക്കുന്നത്, യുക്തിവാദി പോലും ജീവിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ നിരീശ്വരവാദി യുക്തിവാദിയൊക്കെ ഉണ്ടാവില്ലോ. അതിൽ അവരും വെളിച്ചം കണ്ട് ജീവിക്കുന്നില്ല ഇപ്പം. അതെങ്ങനെയാ സാധിക്കുക? അപ്പൊ പണ്ടേക്ക് പണ്ടേ ഉണ്ടായിരുന്നതിൻ്റെ പ്രഭാവം ഇപ്പോഴും ആരിലെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്ന ഇന്ന് ഗ്രഹത്തിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നാൽ മതി ഈ മാർഗത്തിൽ. ബാക്കിയുള്ളവരും കൂടെ ഇതൊക്കെ അനുഭവിച്ചോളും, അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ കിട്ടിക്കോളും അവർക്കും. അതുകൊണ്ട് കർത്തൃത്വാഭിമാനമോ ഫലാസക്തിയോ കൂടാതെയാണ് പണ്ടത്തെ മോക്ഷേച്ഛകൾ കർമ്മം ചെയ്തു പോന്നിരുന്നത്. അതേപോലെ പൂർവികർ പണ്ടേക്ക് പണ്ടേ ചെയ്ത അതേ രീതിയിൽ തന്നെ നീയും കർമ്മം ചെയ്ത് കർമ്മത്തെ ശുദ്ധി നേടൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത് എന്നർത്ഥം. ഇതാണ് 15 ശ്ലോകങ്ങളെ നമ്മൾ ഇനി അടുത്ത 5 ശ്ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പൂർത്തീകരിക്കപ്പെടില്ല. അതുകൊണ്ട് അനിത ഓഡിയോ ഓഫ് ചെയ്ത് വെക്കൂ. എന്തൊക്കെയോ അവിടുത്തെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അനിത കേൾക്കുന്നില്ലേ? അനിത ഓഡിയോ ഓഫ് ചെയ്യൂ. ഓഡിയോ അനിത എന്ന് പറഞ്ഞാൽ മതി. അനിത ഓഡിയോ ഓഫ് ചെയ്യോ എന്ന് പറയുന്ന തിരുമേനി. അനിത കേൾക്കുന്നില്ല, അവിടെ ഇല്ല. ഓൺ ചെയ്ത് വെച്ചിട്ട് പോയേക്കാം. അതാ തിരുമേനി ചെയ്യൂ. കൈകൾ തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം. ഓം വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകോട്ടിട്ട തല കുമ്പിട്ട് ഗുരുപ്രണാമം. ഓം കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവകവൃക്ഷാമിത്തം ധർമ്മസമൂഢതേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യേഹം ശാതിമാന്താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ 3 പ്രാവശ്യം കൊട്ടിത്തിരുമ്മി മുഖത്തും ശരീരത്തും ആ ചൂട് പകർന്നു നൽകിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക.